हरे कृष्णा सर्वम कृष्णार्पणमस्तु। प्रभुपाद की जय, गुरु महाराज की जय, राधा പവനപുരേശൻ की जय। ഓം ശ്രീ മാത്രേ നമഃ. ഹര ഹര മഹാദേവ്. എല്ലാവർക്കും ഗുരുവായൂർ മഞ്ജരീസിൻ്റെ വിഷ്ണു സഹസ്രനാമ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഹരേ കൃഷ്ണ. സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ഭാതി സാക്ഷാത് ഗുരുപവനപുരേ ഹന്തഭാഗ്യം ജനാനാം. ചന്ദനചർച്ചിതനീലകളേവരം എന്റെ മനോഹരമേഘം. ചന്ദനചർച്ചിതനീലകളേവരം എന്റെ മനോഹരമേഘം. കായാമ്പൂവിലും എന്റെ മനസ്സിലും കതിമഴ പെയ്യുന്ന മേഘം. ഇത് ഗുരുവായൂരിലെ മേഘം. ചന്ദനചർച്ചിതനീലകളേവരം എന്റെ മനോഹരമേഘം. കായാമ്പൂവിലും എന്റെ മനസ്സിലും കതിമഴ പെയ്യുന്ന മേഘം. ഇത് ഗുരുവായൂരിലെ മേഘം. തിരുമാറിലെ വനമാലപ്പൂക്കളിൽ ആദ്യ വസന്തം ഞാൻ. ആ തിരുമാറിലെ വനമാലപ്പൂക്കളിൽ ആദ്യ വസന്തം ഞാൻ. ആപദപങ്കജവാദ്യം വിടർത്തിയ സൂര്യപ്രകാശം ഞാൻ. നിന്റെ ഗീതവും വേദവും ഈ ഞാൻ. ചന്ദനചർച്ചിതനീലകളേവരം എന്റെ മനോഹരമേഘം. കായാമ്പൂവിലും എന്റെ മനസ്സിലും കതിമഴ പെയ്യുന്ന മേഘം. ഇത് ഗുരുവായൂരിലെ മേഘം. കൗസ്തുഭമെന്നും കാളിന്തിയെന്നും കാമുകിലെന്നും കേട്ടു ഞാൻ.
കളേവരം എന്റെ മനോഹരമേഘം കായാമ്പൂവിലും എന്റെ മനസ്സിലും കതിർമഴ പെയ്യുന്ന മേഘം ഇത് ഗുരുവായൂരിലെ മേഘം ചന്ദന ചർച്ചിത നീല കളേവരം എന്റെ മനോഹരമേഘം നമസ്തേ, എല്ലാവർക്കും ഗുരുവായൂർ മഞ്ജരീസിൻ്റെ വിഷ്ണു സഹസ്രനാമ ക്ലാസ്സിലേക്ക് ഒരു വട്ടം കൂടി സ്വാഗതം. എല്ലാവരും ക്ലാസ് ഷെയർ ചെയ്യുന്നുണ്ടോ? ഞാൻ അത് ചോദിക്കട്ടെ. ആരൊക്കെയാണ് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് കൃത്യമായിട്ട് കാണാം. ആരൊക്കെ ഏതൊക്കെ പേജിലേക്ക് ഷെയർ ചെയ്തു എന്ന് മാക്സിമം ഷെയർ ചെയ്യണം കേട്ടാ. ഞാൻ ഓടിപ്പിടിച്ച് എത്ര സമയമെങ്കിലും ഓടിപ്പിടിച്ച് വന്ന് ക്ലാസ് എടുക്കണില്ലേ? അപ്പം നമ്മൾ എല്ലാവരിലേക്കും ഈ ക്ലാസ് എത്തിക്കണം. പിന്നെ വേറെന്താ പറയാനുള്ളത്? നമ്മുടെ ആ പ്രഭുവിൻ്റെ ഓർക്കുന്നുണ്ടോ? അദ്ദേഹത്തിൻ്റെ ചികിത്സാ ഫണ്ടിലേക്ക് നമുക്ക് കുറച്ച് പൈസ കൊടുക്കണം. അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഗ്രൂപ്പിലുള്ളതാണ്. അദ്ദേഹത്തെ നമുക്ക് കൈവിടാൻ പറ്റില്ല. അതോർക്കുക. 21 ശാന്തമാതാജി, നാളെ ഒരു 10 മണിയൊക്കെ ആകുമ്പോഴേക്ക് ഞാൻ വണ്ടി വിടട്ടെ. 10 മണിക്കൊക്കെ വണ്ടി വിട്ടാൽ മാതാജിക്ക് എത്താൻ പറ്റൂലേ? ഞാൻ രാവിലെ പോയിട്ട് 2 കൊല പഴം എടുത്തിട്ട് വരാം. അത് ഇന്ന് എടുക്കണ്ടെന്ന് വെച്ചു, നാളെ രാവിലെ എടുക്കാമെന്ന് ഓർത്തു. ഓക്കെ, അപ്പം ഞാൻ എടുത്ത് വരുമ്പോഴത്തേക്കും മാതാജി വരുമോ, അല്ലെങ്കിൽ ഞാൻ വരുന്ന വഴിക്ക് മാതാജിയെ പിക്ക് ചെയ്താൽ മതിയോ? എങ്ങനെയാണെന്നൊന്ന് പറയണേ. എനിക്കൊന്ന് മെസ്സേജ് ഇട്ട് വെച്ചാൽ മതി. കാരണം ശിക്കല മാതാജിയുടെ വെണ്ണയല്ലേ? അങ്ങനെ ഇപ്പം കാണിക്കാം. വെയിറ്റ്, കണ്ടോ? അപ്പുറത്ത് ഹാരത്തിൻ്റെ കൂടെയുള്ള നിവേദ്യങ്ങൾ കാണുന്നുണ്ടോ മാതാജി? ആ പാൽപ്പായസത്തിൻ്റെ മുമ്പിൽ കിച്ചൂട്ടൻ്റെ ഫ്രണ്ടിലായിട്ട് മാതാജിയുടെ വെണ്ണയുണ്ട്. കണ്ടോ? കാണുന്നുണ്ടോ? ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ ഹാരവും വെണ്ണയുടെ ഒക്കെ ഇതിട്ടരാം കേട്ടോ. അപ്പം ഞാൻ പോയിട്ട് വരുമ്പോൾ ഞാൻ പിക്ക് ചെയ്യാം ശാന്തമാതാജിയെ. വീടിൻ്റെ അവിടെ ഇറങ്ങി നിന്നാൽ മതി. ഓക്കെ. പിന്നെ എന്താ പറഞ്ഞു വന്നത്? അപ്പം അങ്ങനെ നാളെ ശ്രീരാമനവമിയാണ്. അപ്പം എന്താ, നമ്മൾ മഞ്ജരീസിൽ നിന്ന് 201 പേരുടെ അന്നദാനം കൊടുക്കുന്നു. ആൾമോസ്റ്റ് എല്ലാം റെഡിയായി വരുന്ന 201 പേര്. വലിയ ടാസ്ക്കാണ് ശാന്തമാതാജി, നമ്മൾ പാക്ക് ചെയ്ത് തീരൂല. അപ്പോൾ കാലത്തെ തുടങ്ങിയാൽ ബെറ്റർ. എല്ലാം ഇവിടെ എത്തി, സാധനങ്ങളെല്ലാം എത്തി. പിന്നെ നാളെ ഒരു സ്പെഷ്യലാണ്. ശ്രീരാമനവമി ആയതുകൊണ്ട് എല്ലാ പ്രാവശ്യവും നമ്മൾ വാട്ടർ ബോട്ടിലല്ലേ കൊടുക്കുക. നാളെ നമ്മൾ കൊടുക്കുന്നത് ജ്യൂസാണ്, ചെറിയ ബോട്ടിൽ ജ്യൂസ്. അതാണ് ഞാൻ കളക്ട് ചെയ്തിരിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ ഡിഫറെൻ്റ് ആയിട്ടിരിക്കട്ടെ അല്ലേ? അപ്പം അങ്ങനെ മറ്റ് വിശേഷങ്ങളൊന്നുമില്ല. രതീഷിൻ്റെ പിറന്നാളാണെന്ന്. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ മോനെ. രതീഷാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ ഹാൻഡിൽ ചെയ്യുന്നത്. ഒരുപാട് സന്തോഷം. മാക്സിമം എല്ലാവരും എന്താ പറയുക, ക്ലാസ്സുകൾ കാണുക. പിന്നെ ഹിന്ദുയിസത്തിലും നമ്മുടെ ക്ലാസ്സുകൾ പോകുന്നുണ്ട്. രണ്ടും നന്നായിട്ട് ഷെയറിങ് നടക്കണം. എല്ലാവരും ക്ലാസ്സൊക്കെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും കാണട്ടെ. ഓക്കെ. ദൈവമേന്ന് ശാന്തമാതാജി. അതെ 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 അതെ, ദൈവത്തെ വിളിച്ചേ പറ്റി. 201 പേരുടെ അന്നദാനം നാളത്തേക്ക് നമുക്ക് എങ്ങനെയും റോട്ടിലെത്തിക്കണം. ഓക്കെ. അന്നദാനം കൊടുത്ത് 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 വിശപ്പില്ലാത്തൊരു സമൂഹത്തെ നമുക്ക് സൃഷ്ടിച്ചെടുക്കാം. ഓക്കെ. മറ്റ് വിശേഷങ്ങളൊന്നുമില്ല. എല്ലാവരും സുഖമായിരിക്കുക, സമാധാനമായിരിക്കുക, സന്തോഷമായിരിക്കുക. ബാക്കിൽ പോയിക്കൊണ്ടിരിക്കുന്ന സങ്കീർത്തനം നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസ്റ്റർബൻസ് തോന്നുന്നുണ്ടോ? ഞാൻ ഓഫ് ചെയ്യണോ? അത് എനിക്കത് ഓഫ് ചെയ്യാൻ മറന്നുപോയി. ഓഫ് ചെയ്യണമെങ്കിൽ ഞാൻ ഓഫ് ചെയ്യാം. കനകാംബരം, ഇത് എനിക്ക് അവിടെ അമ്പലത്തിൽ നിന്ന് തന്നതാ. ഒരു ചേച്ചിയുണ്ട് അമ്പലത്തിൽ വരുന്ന, അവര് പൂ കെട്ടുന്നതാ. അപ്പൊ അവര് തന്നതാ ഇന്ന് വൈകുന്നേരം.
അപ്പൊ നമുക്ക് ക്ലാസ് തുടങ്ങിയാലോ? 21 അല്ലേ? അല്ലേ? അതെ. തീർച്ചയായിട്ടും. പയ്യെ വായിച്ചു പോവുക, സ്പീഡ് കുറച്ച് വായിച്ചു പോവുക. 21 ശ്ലോകം നമുക്ക് പഠിക്കാം. ഇനി 22 ശ്ലോകം അല്ലേ? ഇനി 22 അല്ലേ നമ്മൾ പഠിക്കേണ്ടത്? 21 വരെ എടുത്തു, ഇനി 22. താങ്ക് യു ജയന്തി മാതാജി. ഇനി 21 വരെ എടുത്തു നമ്മൾ, ഇനി 22 പോവാം. ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ശ്രീധരൻ പ്രഭുവിന്റെ ചികിത്സാ ഫണ്ട് ആരും മറക്കല്ലേ. നമ്മളെ കൊണ്ട് ആവുന്നത് 1 രൂപയെങ്കിൽ 1 രൂപ നമ്മൾ കളക്ട് ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് ഒരു 3-4 ദിവസത്തിനുള്ളിൽ നമുക്ക് അദ്ദേഹത്തിന് കൊടുക്കണം. അപ്പം അത് പിന്നെ നമ്മുടെ മകരക്കലവറ ഇതുവരെ കൊടുത്തിട്ടില്ല, അദ്ദേഹം ചോദിച്ചിട്ടില്ല. ബില്ല് അയക്കാമെന്ന് പറഞ്ഞു. അയക്കുമ്പോൾ ഞാൻ കൊടുക്കുമ്പോൾ സ്ക്രീൻഷോട്ടും എത്ര പേര് തന്നു എന്നുള്ള പേരും ഡീറ്റെയിൽസ് എല്ലാം ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇനി 22. ഇമം സ്തവം. പതുക്കെ വായിച്ചു പൊക്കോളൂ, ധൃതി വേണ്ട, ഒന്നും വേണ്ട. താങ്ക് യു ഹരി സർ, താങ്ക് യു സോ മച്ച്. ഇമം സ്തവം ഭഗവതോ. എനിക്ക് തോന്നുന്നു ശ്രീകലാ മാതാജിയുടെ ബർത്ത്ഡേയും കൂടിയാണ് അല്ലേ ഇന്ന്? വെരി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ മാതാജി. 2 പേർക്കും ആയുസ്സും ആരോഗ്യവും സമ്പൽ സമൃദ്ധിയും അഷ്ടൈശ്വര്യങ്ങളും ഭക്തിയും ഭൗതിക നേട്ടങ്ങളും ഭൗതിക സുഖവും നമ്മുടെ ആര് തരും? സാക്ഷാൽ ഗുരുവായൂരപ്പനും ശ്രീമതി രാധാറാണിയും നൽകട്ടെ. ഇമം സ്തവം ഭഗവതോ വിഷ്ണോർ വ്യാസേന. ഇമം സ്തവം ഭഗവതോ വിഷ്ണോർ വ്യാസേന കീർത്തിതം. ഇമം സ്തവം ഭഗവതോ വിഷ്ണോർ വ്യാസേന കീർത്തിതം. പഠേത്യ ഇച്ഛേത് പുരുഷഃ. പഠേത്യ ഇച്ഛേത് പുരുഷഃ ശ്രേയഃ. 2 കുത്തു വരുമ്പോ ഹാന്ന് ചേർത്ത് വായിക്കണം കേട്ടോ. പഠേത്യ ഇച്ഛേത് പുരുഷഃ ശ്രേയഃ പ്രാപ്തും സുഖാനി ച. പഠേത്യ ഇച്ഛേത് പുരുഷഃ ശ്രേയഃ പ്രാപ്തും സുഖാനി ച. കിട്ടിയില്ലേ വായിക്കാൻ? 1 ശ്ലോകം വായിച്ചു പോവാം. ഇമം സ്തവം ഭഗവതോ വിഷ്ണോർ വ്യാസേന കീർത്തിതം. പഠേദ്യ ഇച്ഛേത് പുരുഷഃ ശ്രേയഃ പ്രാപ്തും സുഖാനി ച. ക്ലിയർ? ഇനി ഇത് അതിന്റെ എക്സ്പ്ലനേഷൻ, അർത്ഥം എന്ന് പറഞ്ഞാല് ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ്. ഒരു ചെറിയ ഡൗട്ട് ഉണ്ട്, ഒന്ന് വെയിറ്റ് ചെയ്യണേ. നമ്മൾ കറക്റ്റ് ആണോ എടുത്തു പോണ ശ്ലോകം?
അതല്ല, 22ന്റെ ശ്ലോകം തെറ്റിയില്ലേ? എന്ത് ആൾക്കാരാ നിങ്ങള്? തെറ്റാണ്. 22 ശ്ലോകം അതല്ല. ഇരുപത്തിരണ്ടിന്റെ ശ്ലോകം ഏതാ? ഷോ ഭഗവാനെ, കൺഫ്യൂഷൻ ആക്കിയല്ലോ നമ്മളെ. ഭഗവാൻ എന്തൊരു കഷ്ടാക്കണത്. 22 ശ്ലോകം അതല്ല. പുസ്തകമില്ല. 22 ശ്ലോകം അതാ ഉഷാമാതാ ചെറുത് എൻ്റെ ബുക്കിൽ കാണുന്നില്ല എന്ന്. ഇല്ല, ശ്ലോകം മാറിപ്പോയി. അതല്ല. ഇരുപത്തിരണ്ടിന്റെ ശ്ലോകം എന്ന് പറഞ്ഞാൽ 21 വരെ നമ്മൾ എടുത്തു. 22 ശ്ലോകം എന്ന് പറഞ്ഞാലോ എൻ്റെ പൊന്ന് കിച്ചൂട്ട, ഇങ്ങനൊന്നും ഒരു മനുഷ്യനെ കളിപ്പിക്കാൻ പാടില്ല കേട്ടോ. 22ന്റെ ശ്ലോകം എന്ന് പറഞ്ഞാൽ അമൃതു, അത് കണ്ടില്ലേ? അമൃത്യു, അമൃത്യു, അത് കണ്ടോ? അമൃത്യു സർവ, അതാണ് 22ാമത്തെ ശ്ലോകം നമ്മൾ ഇനി പഠിക്കേണ്ടത്. അമൃത്യു സർവ, അമൃത്യു സർവ ദൃക് സിംഹസന്ധാധ. സർവദൃക് എന്ന് തന്നെ എടുത്തോളൂ, അപ്പൊ അർത്ഥം പഠിക്കാൻ എളുപ്പമുണ്ടാവും. ശരിയാക്കി തന്നു. ആ മൃത്യു സർവദൃക്, ആ മൃത്യു, അതെ ഞാനും തപ്പുമായിരുന്നു. ഇതെന്താ 22 ശ്ലോകത്തില്ലല്ലോ, 22ാമത്തെ ശ്ലോകം. ഞാനിത് മരീചിർ മദനോ ഹംസ സുബർണോ പൂജകോത്തമ ഹിരണ്യനാഭ സുബത പത്മനാഭ പ്രജാപതി, ഇതാണല്ലോ ഞാൻ വായിച്ചത്. ഇതേതാ 22 ശ്ലോകം? അങ്ങനെ തെറ്റിപ്പോയി, സാറില്ല. കിച്ചൂട്ടന്റെ ഓരോ ലീലകള്, ഗുരുവായൂരപ്പന്റെ ഓരോ കളികള്. ഇപ്പൊ അവിടെ ഇരുന്ന് ചിരിക്കുന്നുണ്ടാവും. ആ മൃത്യു കണ്ടില്ലേ? ആ മൃത്യു സർവദൃക്, സർവദൃക് സിംഹസന്ധാധ, സിംഹസന്ധാധ. അമൃത്യു സർവദൃക് സിംഹസന്ധാധ സന്ധിമാൻ സ്ഥിര, സന്ധിമാൻ സ്ഥിര. അമൃത്യു സർവദൃക് സിംഹസന്ധാധ സന്ധിമാൻ സ്ഥിര. അജോ, അജോ ദുർമർഷണ ശാസ്ത, ദുർമർഷണ ശാസ്ത വിശുദ്ധാത്മാ സുരാരിഹ. കണ്ടില്ലേ എല്ലാരും? അമൃതം കണ്ടു, അതെ സത്യം. അമൃത്യു, അമൃത്യു സർവദൃക് സിംഹസന്ധാധ സന്ധിമാൻ സ്ഥിര. അജോ ദുർമർഷണ ശാസ്ത വിശുദ്ധാത്മാ സുരാരിഹ. ക്ലിയർ? ഇനി ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അമൃത്യു, അമൃത്യു എന്ന് പറഞ്ഞാൽ, മൃത്യു എന്ന് പറഞ്ഞാൽ എന്താ? വിനാശം, മരണം. അപ്പൊ മരണമോ അതിന്റെ കാരണമോ ഇല്ലാത്തവൻ ആരാ? ഭഗവാൻ. മരണമില്ല, മരണത്തിനോട് അനുബന്ധിച്ച കാരണങ്ങളും ഇല്ലാത്തവൻ ആരാ? ഭഗവാൻ. അതുകൊണ്ട് അദ്ദേഹത്തെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? അമൃത്യു എന്ന് വിളിക്കുന്നു. സർവദൃക്, സർവദൃക് എന്ന് പറഞ്ഞാല് ജ്ഞാനം കൊണ്ട് എല്ലാ പ്രാണികളുടെ എല്ലാ കാര്യങ്ങളും എന്താ പറയുന്നത്? ദർശിക്കുന്നുണ്ട്. മനസ്സിലായോ? എല്ലാ പ്രാണികളും എന്ന് പറഞ്ഞാൽ എല്ലാ ജീവാത്മാക്കളും, എല്ലാ ജീവാത്മാക്കളെയും അദ്ദേഹം അറിയുന്നുണ്ട്. അദ്ദേഹം ജ്ഞാനം കൊണ്ട് എല്ലാ ജീവാത്മാക്കളെയും നിരീക്ഷിക്കുന്നുണ്ട്. മനസ്സിലായോ? എല്ലാ ജീവാത്മാക്കളെയും നിരീക്ഷിക്കുന്നുണ്ട്. അതാണ് സർവദൃക് എന്ന് പറയുന്നത്.
എല്ലാ ജീവാത്മാക്കളെയും അദ്ദേഹത്തിന്റെ ജ്ഞാനം കൊണ്ട് അദ്ദേഹം അറിയുന്നുണ്ട്. നമ്മൾ എന്ത് മനസ്സിൽ ചിന്തിക്കുന്നു, നമ്മൾ എന്ത് പറയുന്നു, എന്ത് പ്രവർത്തിക്കുന്നു, എന്ത് പ്രവർത്തിക്കാൻ പോകുന്നുവോ, എന്ത് ചിന്തിക്കാൻ പോകുന്നുവോ, ഇതെല്ലാം ഭഗവാൻ അറിയാം. മനസ്സിലായോ? ഈ സഞ്ജൂട്ടം കൊണ്ടുതന്നതാ പപ്പായ. മോ കഴിച്ചാ? അപ്പോ അദ്ദേഹം എല്ലാം അറിയുന്നുണ്ട് ജ്ഞാനം കൊണ്ട്. സിംഹ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിംസിക്കുന്നവൻ, തെറ്റുകൾ തിരുത്തുന്നവൻ. നമ്മുടെയൊക്കെ തെറ്റ് തിരുത്തി തരുന്നത് ആരാണ്? സാക്ഷാൽ ഭഗവാനാണ്. ഹിംസിക്കുക എന്ന് പറഞ്ഞാൽ ദ്രോഹിക്കുക എന്നല്ല അർത്ഥം. തെറ്റ് തിരുത്തി തരുന്നവൻ ആരാ? ഭഗവാൻ. സന്താധ അമൃത്യു സർവദൃക് സിംഹ സന്താധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷന്മാരെ അവരുടെ എന്താണ് കർമ്മഫലങ്ങളോട് സന്ധിപ്പിക്കുന്നവൻ. പുരുഷന്മാരെ അവരുടെ കർമ്മഫലങ്ങളോട് സന്ധിപ്പിക്കുന്നവൻ. മനസ്സിലായോ? അതായത് പുരുഷന്മാര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നലെ ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ ഒരു നിർമാല്യമഞ്ജരി ഇട്ടിട്ടില്ലേ, രാവിലെ വെളുപ്പിനെ 3 മണിക്ക് ഒരു വീഡിയോ ഇടാറില്ലേ, അതിൽ ഭഗവാൻ പറയുന്നില്ലേ, യഥാർത്ഥമായിട്ട് നിങ്ങൾ ഒരാൾക്ക് നന്മ ചെയ്യുമ്പോൾ അവർക്ക് എന്തൊരു അന്നദാനമാവട്ടെ വസ്ത്രദാനമാവട്ടെ എന്ത് ദാനം നിങ്ങൾ ചെയ്താലും അവരെ മഹാപുരുഷന്മാര് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ഭഗവാൻ ഉയർത്തുമെന്ന്. എന്ന് കരുതി സ്ത്രീകളെ ഭഗവാൻ കാണുന്നില്ല എന്നല്ല കേട്ടോ പറയുന്നത്. പുരുഷാർത്ഥങ്ങൾ എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഏറ്റവും നന്മയിലേക്ക് മഹിമയിലേക്ക് ഭഗവാൻ ഉയർത്തുമെന്നാ പറയുന്നത്. സന്ധിമാൻ എന്ന് പറഞ്ഞാൽ ഫലങ്ങളെ അനുഭവിപ്പിക്കുന്നവൻ. അതാ പറയുന്നത് ആ മൃത്യു സർവദൃക് സിംഹസന്ധാധാ സന്ധിമാൻ സ്ഥിര. സന്ധിമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫലങ്ങളെ അനുഭവിപ്പിക്കുന്നവൻ. നമ്മൾ എന്ത് കർമ്മമാണോ ചെയ്തിരിക്കുന്നത് അതിന്റെ റിസൾട്ട് ഭഗവാൻ തരും. നല്ലത് ചെയ്തോളൂ, ഉറപ്പായും നമ്മൾക്ക് നല്ലതേ ഭഗവാൻ തരും. മനസ്സിലാവുന്നുണ്ടോ? ഒരിക്കലും നമ്മൾ നല്ലത് ചെയ്തിട്ട് നമുക്ക് ചീത്ത കേൾക്കേണ്ടി വന്നു, ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന നല്ല പ്രവൃത്തിക്ക് ഒരു ഉത്തരം കിട്ടുന്നില്ല എന്നൊന്നും ചിന്തിക്കേണ്ട, അങ്ങനെയൊന്നും ആലോചിക്കേണ്ട. മനസ്സിലായോ? ഉറപ്പായിട്ടും നമ്മൾ ചെയ്യുന്ന നല്ല പ്രവൃത്തികൾക്ക് ഭഗവാൻ നമ്മൾക്ക് എന്ത് നൽകും? അതിനുള്ള ഉത്തരം നൽകിയിരിക്കും, അതിനുള്ള അനുഗ്രഹം നൽകിയിരിക്കും. ഓക്കെ, ഫലങ്ങളെ അനുഭവിപ്പിക്കുന്നവൻ. അതിനിപ്പം നമ്മളൊരു തെറ്റാണ് ചെയ്യുന്നതെങ്കിലും അതിനുള്ള ആൻസറും ഭഗവാൻ തരും. അത് ഉറപ്പായിട്ടും അത് തെറ്റ് തന്നെയാണ്, ആ തെറ്റിന്റെ ഫലമാണ് നീ അനുഭവിക്കുന്നത് എന്നുള്ളത് ഭഗവാൻ നമ്മളെ ഓർമ്മപ്പെടുത്തും. അങ്ങനെ ശരിയും തെറ്റും പഠിപ്പിക്കുന്ന ഫലങ്ങളെ നൽകുന്നവനെ എന്തെന്ന് പറയുന്നു? സന്ധിമാൻ എന്ന് പറയുന്നു. ഫലങ്ങളെ അനുഭവിപ്പിക്കുന്നവൻ. ഓക്കെ, ഇനി അടുത്തത് എന്താ? സ്ഥിര. ആ ലൈൻ ഒന്ന് വായിച്ചു പോവാം. ആ മൃത്യു സർവദൃക് സിംഹസന്ധാധാ സന്ധിമാൻ സ്ഥിരഃ. ആ സ്ഥിര എന്ന് പറഞ്ഞാൽ എന്താണ്? എപ്പോഴും ഏകരൂപനായിരിക്കുന്നവൻ. ഭഗവാന് ഒരേ ഒരു രൂപമേ ഉള്ളൂ. അതായത് നമ്മൾ വിചാരിക്കും നരസിംഹ ഭഗവാനുണ്ട്, പിന്നെ വാമനനുണ്ട്, അതുപോലെ മഹാവിഷ്ണു ഉണ്ട്, കൃഷ്ണനുണ്ട്. ആ രൂപമല്ല പറയുന്നത്. ഭഗവാൻ സ്ഥിരനാണ്. ഒരേ റൂട്ടിലാണ് ഭഗവാൻ പോകുന്നത്. ഭഗവാൻ ആരോടും പക്ഷഭേദമില്ല എന്ന് മനസ്സിലാക്കാം. ഓക്കെ, ആരോടും ഭഗവാൻ എന്തില്ല, അവൻ വലുത് ഇവൻ വലുത്, അവൻ ചെറുത്, അവൻ ഉള്ളവൻ ഇല്ലാത്തവൻ, അങ്ങനെയൊന്നും ഭഗവാനില്ല. എല്ലാവരും തുല്യരാണ്. എപ്പോഴും ഏകരൂപനായിരിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ ഒരേ രൂപത്തിൽ അതേ മനസ്ഥിതിയോടുകൂടി ഒരേ സ്വഭാവത്തോടുകൂടി ഇരിക്കുന്നവൻ. ഇനിയോ ആ ജോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്തന്മാരുടെ ഹൃദയത്തിലേക്ക് ഗമിക്കുന്നവൻ. നമ്മൾ ഭഗവാനെ വിളിച്ചു നോക്ക്, അദ്ദേഹം വരും, സംശയമൊന്നുമില്ല. പക്ഷെ നമ്മളുടെ എന്താ പറയാ, വിഷമങ്ങൾ കൊണ്ടും ടെൻഷൻ കൊണ്ടും ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ടും നമ്മുടെ ചിന്തകൾ വളരെയധികം, ബോധം വളരെയധികം ടയേർഡാണ്. മനസ്സിലാവുന്നത്? മലിനമാണെന്ന് ഞാൻ പറയില്ല, ഓരോരുത്തർക്കും ഓരോ അവസ്ഥയാണ്. അപ്പോൾ ദുഃഖമുണ്ടാവുമ്പോൾ, വിഷമം ഉണ്ടാവുമ്പം, സന്തോഷം ഉണ്ടാവുമ്പം, ആരോഗ്യസ്ഥിതി പ്രശ്നമാവുമ്പോൾ, ശരീരത്തിൽ വേദനകൾ അനുഭവിക്കുമ്പം നമ്മുടെ ബോധത്തെ അത് ബാധിക്കും. മനസ്സിലായേ? നമ്മുടെ ബോധമാണ് നമ്മൾക്ക് ഇങ്ങനെയുള്ള ചിന്തകൾ തരുന്നത്. അയ്യോ എനിക്ക് വയ്യ, കാല് വേദനിക്കുന്നു, അല്ലെങ്കിൽ തീരെ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഞാൻ മെന്റലി ഫിസിക്കലി ഞാൻ ടയേർഡാണ്, ക്ഷീണിതനാണ്, അല്ലെ ക്ഷീണിതയാണ് എന്ന് നമ്മൾക്ക് തോന്നിപ്പിക്കുന്നത് നമ്മുടെ ബോധമാണ്. അപ്പോൾ ആ ബോധത്തെ നമ്മൾ മാറ്റിവെച്ചാൽ നമുക്ക് ഉറപ്പായിട്ടും ഇതിന്റെ എല്ലാം പുറത്തേക്ക്, ഇപ്പൊ എത്ര വയ്യായികകൾ ഉണ്ടെങ്കിലും
കുഴപ്പമില്ല, അത് ഭഗവാൻ ഉണ്ടല്ലോ, ഞാൻ ഉണർന്ന് പ്രവർത്തിക്കും, ഞാൻ ചെയ്യും. എൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എൻ്റെ ഇപ്പൊ ഞാൻ അനുഭവിക്കുന്ന സങ്കടങ്ങൾ, ഇതൊന്നും എനിക്കൊരു പ്രശ്നമല്ല, ഞാൻ മുന്നോട്ട് പോകും എന്നുള്ള മനസ്സിന്റെ ആ ഒരു ത്വരിത, മനസ്സിന്റെ ആ ഒരു പ്രവണത, നല്ലത് ചെയ്യാനും മുന്നോട്ട് പോകാനുമുള്ള ആ പ്രവണതയെ നമ്മൾ പോസിറ്റീവാക്കി മാറ്റിയാൽ, ഇനി എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല, എനിക്ക് 60-65 വയസ്സായി, എനിക്ക് ഇനി ഒന്നിനും കഴിയില്ല, ഞാൻ നടക്കാൻ വയ്യ, ഈ ബെഡിൽ തന്നെ കിടപ്പാണ്, മരുമക്കളെ ആശ്രയിക്കണം, അങ്ങനെ ഒരു ചിന്ത, അല്ലെങ്കിൽ എന്നെ ആർക്കും വേണ്ട, എൻ്റെ ഭാര്യ ഇട്ടിട്ട് പോയി, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് ഇട്ടിട്ട് പോയി, മക്കൾ ഇട്ടിട്ട് പോയി, ഇവർക്ക് ആർക്കും എന്നെ ആവശ്യമില്ല, അങ്ങനെ ഒരു ചിന്ത, ഇങ്ങനെയുള്ള പല പല ചിന്തകൾ മാറ്റി വെച്ചിട്ട് ഞാൻ ഏകയാണ്, ഞാൻ ഏകനാണ്, ഇന്ന് എൻ്റെ കൂടെ ഉള്ളവർ നാളെ എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് ഉറപ്പില്ല, പക്ഷേ എൻ്റെ ഭഗവാൻ എൻ്റെ കൂടെ ഉണ്ടാവും, എൻ്റെ അവസാന ശ്വാസം വരെ എൻ്റെ കാര്യങ്ങൾ ഞാൻ ചെയ്യും, എൻ്റെ ഭഗവാൻ എന്നെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്നെ തളർത്താതെ, ആരൊക്കെ എനിക്കെതിരെ എന്തൊക്കെ പ്രവർത്തിച്ചാലും എൻ്റെ ഭഗവാൻ എൻ്റെ കൈവിടില്ല. ഇന്ന് എനിക്ക് ചുറ്റും നിന്ന് എന്നെ കുറിച്ച് പറയുന്നവർ പറഞ്ഞോട്ടെ, സാരമില്ല, എൻ്റെ ഭഗവാൻ ഇതെല്ലാം അറിയുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, അദ്ദേഹം എന്നെ ആശ്വസിപ്പിക്കാൻ എത്തും. ആ പ്രതീക്ഷയോടുകൂടി, ഭഗവാന്റെ ആ വരവോടുകൂടി നമ്മൾ കാത്തിരിക്കുകയാണെങ്കിൽ അദ്ദേഹം വരും ചെയ്യും. വരുന്നത് നമുക്ക് അറിയാനും പറ്റും എന്നുള്ളതാണ് വാസ്തവം. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ടാ പറയുന്നത് എന്ത്, അജഹ എന്ന് വെച്ചാൽ ഭക്തന്മാരുടെ ഹൃദയത്തിലേക്ക് ഗമിക്കുന്നവൻ, ശത്രുക്കളെ ദൂരേക്ക് അകറ്റുന്നവൻ. നമ്മുടെ ശത്രുക്കൾ ആരുമായിക്കോട്ടെ, അത് നമ്മളുടെ മനുഷ്യന്മാരായിരിക്കുന്ന ശത്രുക്കളാവട്ടെ, നമ്മുടെ ചിന്തകളാവട്ടെ, നമ്മുടെ മനസ്സാവട്ടെ, ഇനി നമ്മൾ തന്നെ ആവട്ടെ നമ്മുടെ ശത്രു, ആ ശത്രുവിനെ ഭഗവാൻ ദൂരേക്ക് അകറ്റും. എന്നിട്ട് എന്ത് ചെയ്യും? ആ ഹൃദയത്തിലേക്ക് ഭഗവാൻ കടന്നു വരും. അതുകൊണ്ടാണ് അദ്ദേഹത്തെ നമ്മൾ അജോ എന്ന് വിളിക്കുന്നത്. അജഹ, അതാണ് അതിന്റെ വാക്കിന്റെ അർത്ഥം. നമ്മളിവിടെ ശ്ലോകമായിട്ട് പറയുമ്പോൾ അജോ എന്ന് പറയും. ക്ലിയർ? ദുർമർഷണ, അജോ ദുർമർഷണ. ദുർമർഷണ എന്ന് പറഞ്ഞാൽ അസുരന്മാരാൽ സഹിക്കപ്പെടുവാൻ കഴിയാത്തവൻ. അസുരന്മാരുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ദേഷ്യം വരും. ഭഗവാൻ അവരെ സഹിക്കാൻ കഴിയില്ല. മനസ്സിലായില്ലേ? ഉൾക്കൊള്ളില്ല ഭഗവാൻ അവരെ. നമ്മുടെ അസുരന്മാരെ, സുരനല്ലാത്തവൻ, നന്മ ചെയ്യാത്തവനെ ഭഗവാൻ ഒരിക്കലും ഉൾക്കൊള്ളില്ല. അസുരന്മാരാൽ സഹിക്കപ്പെടാൻ കഴിയില്ല, അവരെ ഭഗവാന് സഹിക്കാൻ കഴിയില്ല. ഭഗവാൻ അതിനുള്ള പ്രതിവിധി കൊടുത്തിരിക്കും. അതുകൊണ്ടാണ് ദുർമർഷണ എന്ന് പറയുന്നത്. ദുർ എന്ന് പറഞ്ഞാൽ എന്താ? മോശം, അസുരം. ഓക്കെ, ദുർമർഷണ, അസുരന്മാരെ ഭഗവാൻ വെച്ച് പൊറുപ്പിക്കില്ല. ശാസ്ത എന്ന് വെച്ചാൽ അജോ ദുർമർഷണ ശാസ്ത എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. വാക്ക് പറയുന്നത് ശാസ്ത എന്നാൽ ഇവിടെ ഭയങ്കര ചൂടാണ് ചെന്നൈയിൽ. അപ്പൊ ഞാൻ കുറച്ച് തണുത്ത വെള്ളം കുടിച്ചു. ഞാൻ കുടിക്കാറില്ല, ഡബിങ് ഉണ്ടായിരുന്നു, അപ്പൊ കുറച്ച് തണുത്ത വെള്ളം കുടിച്ചു. അതിന്റെ റിയാക്ഷൻ ആയത്. തണുത്ത വെള്ളം കുടിക്കാറേ ഇല്ല, അതാണ് കിച്ച് കിച്ച്. ശരിയാവും. ശാസ്ത എന്ന് പറഞ്ഞാൽ എന്താണ്? ശാസ്ത എന്ന് പറഞ്ഞാൽ ശ്രുതി സ്മൃതികളാൽ ഏവരെയും അനുശാസിക്കുന്നവൻ. ശ്രുതി സ്മൃതികളാൽ, ചൂടാക്കി തരാം. ശ്രുതി സ്മൃതികളാൽ, ശ്രുതി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇഞ്ചി ഇട്ടുള്ളത്, കുറച്ച് ഇഞ്ചി ചതച്ചിട്ട്. ശ്രുതി സ്മൃതികളാൽ ഭഗവാൻ നല്ല ഈണത്തിലും താളത്തിലും നമ്മളെ ഇങ്ങനെ ഓർമ്മപ്പെടുത്തും. ചിരിച്ചുകൊണ്ട് ഭഗവാൻ നമ്മുടെ തെറ്റുകളെ നമുക്ക് ഓർമ്മപ്പെടുത്തി തിരുത്തിക്കൊണ്ടുവരും. അതാണ് പറഞ്ഞത് ശ്രുതി സ്മൃതികളാൽ എല്ലാവരെയും അനുശാസിക്കുന്നവൻ. മനസ്സിലാവുന്നു? ശ്രുതി സ്മൃതികളാൽ എല്ലാവരെയും അനുശാസിക്കുന്നവൻ, അതാണ് ഭഗവാനെ ശാസ്ത എന്ന് പറയുന്നത്. വിശുദ്ധാത്മാ, അതോ അജോ ദുർമർഷണ ശാസ്ത വിശുദ്ധാത്മാ. വിശുദ്ധാത്മാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? സത്യജ്ഞാനാധിയാകുന്ന ലക്ഷണങ്ങളോട് കൂടിയ ആത്മാവായി വിശേഷണമായിട്ട് അറിയപ്പെടുന്നവൻ. സത്യവും ജ്ഞാനവും ആദിയും, സത്യം, നീതി, ധർമ്മം, ന്യായം, അങ്ങനെയുള്ള ആദിയായവ, അങ്ങനെയുള്ള എല്ലാ പോസിറ്റീവ് ആയിരിക്കുന്ന ഗുണങ്ങളോടും കൂടി, ലക്ഷണങ്ങളോടും കൂടിയ ആത്മാവായിട്ടാണ് ആരിയിരിക്കുന്നത്? ഭഗവാൻ ഇരിക്കുന്നത്. ഭഗവാന് ദേഷ്യമുണ്ടോ? ഒരിക്കലും ഇല്ല. അദ്ദേഹത്തിന്റെ ഭക്തരെ വേദനിപ്പിച്ചാൽ മാത്രമേ അദ്ദേഹത്തിന് ദേഷ്യം വരൂ.
അപ്പോ ആ ഭക്തരെ വേദനിപ്പിക്കുന്നവർ പോലും ഭഗവാന് പ്രിയപ്പെട്ടവരാണ്. കാരണം എന്താ? അതും ഭഗവാന്റെ സൃഷ്ടിയാണ്. അപ്പൊ ഭഗവാൻ എന്ത് ചെയ്യും? ആ വേദനിപ്പിക്കുന്നവരെയും ഭഗവാൻ സ്നേഹത്തോടെ ശ്രുതിസ്മൃതികളാൽ അവരെയും അനുശാസിക്കും. അവരെയും ഭഗവാൻ എന്ത് ചെയ്യും? നേർവഴിക്ക് നടത്തും. മനസ്സിലായോ? സുരാരിഹ അജോ ദുർമർഷണ ശാസ്ത വിശ്രുതാത്മാ സുരാരിഹ. സുരാരിഹ എന്ന് പറഞ്ഞാൽ എന്താണ്? സുരന്മാരുടെ ശത്രുക്കളെ കൊല്ലുന്നവനെ സുരാരിഹ എന്ന് പറയുന്നു. അതായത് നല്ലവരായിരിക്കുന്ന ആൾക്കാരുടെ ശത്രുക്കളെ കൊല്ലുന്നവനെ എന്തെന്ന് വിളിക്കുന്നു? സുരാരിഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ എന്ന് വിളിക്കുന്നു. മനസ്സിലായോ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ആ വാക്കിന്റെ ആ വരികളുടെ അർത്ഥം മനസ്സിലായില്ലേ? മൃത്യുവില്ലാത്ത, മൃത്യുവിന് കാരണം, മരണത്തിന്, നാശത്തിന് കാരണമായ ഒന്നുമില്ലാത്ത അറിവുകളെ കൊണ്ട്, അദ്ദേഹത്തിന്റെ ജ്ഞാനം കൊണ്ട് എല്ലാ ജീവാത്മാക്കളുടെയും എല്ലാ കാര്യങ്ങളെയും മനസ്സിലാക്കുന്ന, എല്ലാവരെയും തെറ്റുകൾ തിരുത്തി ഓരോ എല്ലാ തെറ്റുകളെയും എല്ലാവരെയും പഠിപ്പിക്കുന്ന, എല്ലാവർക്കും അവരുടെ കർമ്മഫലങ്ങളോടുകൂടി എല്ലാവരെയും ബന്ധിപ്പിക്കുന്ന, നന്മ ചെയ്താലും തിന്മ ചെയ്താലും അതിന്റെ ഫലങ്ങൾ കൃത്യമായി അനുഭവിപ്പിക്കുന്ന, എപ്പോഴും ഒരേ സ്വഭാവത്തോടുകൂടി ഒരേ രൂപത്തോടുകൂടി ഇരിക്കുന്ന ഭക്തന്മാരുടെ ഹൃദയത്തിലേക്ക് കടന്നു വന്ന് അവരുടെ ശത്രുക്കളെയെല്ലാം ദൂരേക്ക് അകറ്റുന്ന, അസുരന്മാരെ ഒട്ടും സഹിക്കാൻ സാധിക്കാത്ത, ചിരിച്ചുകൊണ്ട് കളിച്ചുകൊണ്ട് തമാശ പറഞ്ഞുകൊണ്ട് പാഠങ്ങൾ പഠിപ്പിക്കുന്ന, സത്യവും ജ്ഞാനവും നീതിയും ധർമ്മവുമാകുന്ന ആദിയായിരിക്കുന്ന എല്ലാ നല്ല ഗുണങ്ങളോടും ലക്ഷണങ്ങളോടും കൂടിയ ആത്മാവായിരിക്കുന്ന, എല്ലാ ശത്രുക്കളെയും, നല്ലവരായിരിക്കുന്ന എല്ലാവരുടെയും ശത്രുക്കളെയും ഇല്ലായ്മ ചെയ്യുന്ന ആ സാക്ഷാൽ ഗുരുവായൂരപ്പന്റെ തൃപാദങ്ങളിൽ നമസ്കരിക്കാം. ഓക്കെ, ആ വരിയുടെ അർത്ഥം മനസ്സിലായില്ലേ? ഇനി അടുത്ത ലൈന്, 23ാമത്തെ ലൈൻ കേട്ടോ, ശ്രദ്ധിച്ചു കേൾക്കണേ. ഗുരുർ ഗുരുതമോധാമ, ഗുരുർ ഗുരുതമോധാമ, ഗുരുർ ഗുരുതമോധാമ, സത്യസത്യപരാക്രമഃ, സത്യസത്യപരാക്രമഃ. ഗുരുർ ഗുരുതമോധാമ സത്യസത്യപരാക്രമഃ. നിമിഷോ നിമിഷഃ, നിമിഷോ നിമിഷഃ. ശ്രഘി ശ്രഘി വാചാസ്പതിരുധാരധി. പിരിച്ചു പഠിക്കുക, അതായിരിക്കും ബെസ്റ്റ്. ഒറ്റ വേടാം. വാചാസ്, വാചാസ് പതി, വാചാസ് പതി രു, വാചാസ് പതി രു ധാരതി, വാചാസ് പതി രു ധാരതി. കിട്ടിയില്ലേ? ഗുരു ഗുരുതമോധാമ സത്യസത്യപരാക്രമഃ, നിമിഷോ നിമിഷ ശ്രഘി വാചാസ്പതിരുധാരതി. ഓക്കെ, പഠിക്കാം. ഗുരു, മോനെയല്ല വിളിച്ചത്, മോനെയല്ല വിളിച്ചത്, ക്ലാസ് പറഞ്ഞതാ. ഗുരു, ഗുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വിദ്യകളുടെയും ഉപദേഷ്ടാവ്. എല്ലാ വിദ്യകളുടെയും ഉപദേഷ്ടാവിനെ എന്തെന്ന് വിളിക്കും? ഗുരു എന്ന് വിളിക്കും. എല്ലാ വിദ്യകളും നമ്മളെ പഠിപ്പിക്കുന്ന ആരാണ്? ഭഗവാനാണ്. അപ്പൊ അദ്ദേഹത്തെ എന്തെന്ന് വിളിക്കും? ഗുരു എന്ന് വിളിക്കും. എല്ലാവരുടെയും ജന്മദാതാവ്, എല്ലാവർക്കും ജന്മം നൽകിയ എല്ലാ വിദ്യകളുടെയും അറിവുകളുടെയും ഉപദേഷ്ടാവ്. അതുകൊണ്ടാണ് ഭഗവാന് ഗുരു എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഗുരുതമഹ, ഗുരുതമഹ എന്ന് വെച്ചാൽ ബ്രഹ്മാദികൾക്കും ബ്രഹ്മവിദ്യയെ പ്രദാനം ചെയ്തിരിക്കുന്നത് ആരാണ്? ഭഗവാനാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ ഗുരുതമഹ എന്ന് വിളിക്കും. ഗുരുതമഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മാദികൾക്കും, ബ്രഹ്മാവ് മുതലുള്ള ആദിയായിരിക്കുന്ന എല്ലാവർക്കും ബ്രഹ്മവിദ്യ പോലും പറഞ്ഞു കൊടുത്തിരിക്കുന്നത് ആരാ? ഭഗവാനാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ ഗുരുതമഹ എന്ന് വിളിക്കും. ദാമ,
ധാമ. ധാമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമമായിരിക്കുന്ന ജ്യോതിസായിരിക്കുന്നവൻ, എല്ലാ കാമങ്ങളുടെയും ആശ്രയമായിരിക്കുന്നവൻ, പരമമായിരിക്കുന്ന ജ്യോതിസ്. ഇപ്പൊ സൂര്യനെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ സൂര്യന്റെ പ്രകാശം എന്തുമാത്രം തേജസ്സാണല്ലേ, എന്തൊരു ഭംഗിയാ. അപ്പൊ ആ സൂര്യനേക്കാൾ, ആ സൂര്യന് തേജസ് നൽകുന്ന ആൾക്ക് എത്ര ഭംഗി ഉണ്ടാവും, എത്ര തേജസ് ഉണ്ടാവും. സൂര്യനെ തന്നെ നമുക്ക് ഇങ്ങനെയാണ്, നമുക്ക് നോക്കാൻ കഴിയില്ല. അപ്പൊ ആ സൂര്യന് തേജസ് കൊടുക്കുന്ന, പ്രകാശം നൽകുന്ന ഭഗവാന് എങ്ങനെയിരിക്കും, അതാണ് മനസ്സിലാക്കേണ്ടത്. ധാമ എന്ന് പറഞ്ഞാൽ പരമമായിരിക്കുന്ന ജ്യോതിസായിരിക്കുന്നവനെ ധാമ എന്ന് പറയുന്നു. ഇനിയോ സത്യ. ഗുരുർ ഗുരുതമോ ധാമ സത്യ. സത്യ എന്ന് പറഞ്ഞാൽ സത്യഭാഷണ രൂപമായിരിക്കുന്ന ധർമ്മസ്വരൂപൻ. സത്യഭാഷണ രൂപമായിരിക്കുന്ന ധർമ്മസ്വരൂപൻ. ഓക്കെ, സത്യഭാഷണ രൂപമായിരിക്കുന്ന ധർമ്മസ്വരൂപൻ. ഓക്കെ, ബിന്ദുമ്മേ ഒന്ന് വന്നേ, ഡോറടിക്കാൻ. ഇനിയോ സത്യപരാക്രമ. അല്ല, ഇത് ഡോർ അടിക്കണ്ടേ? ആ ലൈറ്റ് ഓഫ് ചെയ്ത് ഈ ഡോർ അടിക്കുമ്പോ സത്യപരാക്രമ. ഓക്കെ, സത്യപരാക്രമ എന്ന് വെച്ചാൽ എന്താ? നിഷ്ഫലമാകാത്ത പരാക്രമത്തോട് കൂടിയവൻ. നിഷ്ഫലമാകാത്ത പരാക്രമത്തോട് കൂടിയൻ. ഭഗവാൻ എന്ത് ചെയ്താലും അത് വേസ്റ്റ് ആവില്ല. ഭഗവാൻ എന്ത് ചെയ്താലും അതിനൊരു കാരണം ഉണ്ടാവും. എന്ത് ചെയ്താലും. ഓക്കെ, ഒരിക്കലും ഇല്ല കണ്ണാ നീ പോ. ഭഗവാനാണ്, അദ്ദേഹത്തെ കുറിച്ച് പറയാൻ അദ്ദേഹം അനുവദിച്ചുകൊണ്ട് പറയുന്നു. നിഷ്ഫലമാകാത്ത പരാക്രമത്തോട് കൂടിയവൻ. ഓക്കെ, നിമിഷ. നിമിഷ എന്ന് പറഞ്ഞാൽ എന്താ? യോഗനിദ്രയിൽ അടച്ച കണ്ണുകളോട് കൂടിയവൻ. ഭഗവാൻ ആ ഇങ്ങനെ അനന്തപത്മനാഭന്റെ മേളിൽ ഇങ്ങനെ ലക്ഷ്മി ദേവി കാലിങ്ങനെ അമർത്തി കൊടുക്കുമ്പോ ഭഗവാൻ ഇങ്ങനെ കിടക്കുന്നില്ലേ കണ്ണുകൾ അടച്ചിട്ട്? അതാണ് യോഗനിദ്ര. ആ യോഗനിദ്രയിൽ അടച്ച കണ്ണുകളോട് നിമിഷ. ഓക്കെ, അടച്ച കണ്ണുകളോട് കൂടി ഇരിക്കുന്നവനെയാണ് നിമിഷ എന്ന് വിളിക്കുന്നത്. ഇനി അനിമിഷ ഇവിടെ പറയുന്നുണ്ട്. ഗുരുർ ഗുരുതമോധാമ സത്യസത്യ പരാക്രമഃ നിമിഷോ നിമിഷ. അനിമിഷ. ഓക്കെ, ഇവിടെ ആ ഇല്ല, പക്ഷെ ആ വേർഡ് പറയുന്ന ആ അർത്ഥത്തിൽ എടുക്കുമ്പോൾ അനിഷ ആ നിമിഷ എന്നാണ് എടുക്കുന്നത്. പക്ഷെ ഇവിടെ നമ്മുടെ ശ്ലോകത്തില് നിമിഷ എന്നേ ഉള്ളൂ. അത് ഇങ്ങനെ ഒരു എഫ് ഇല്ലേ, എഫ് തിരിച്ചിട്ട പോലെയുള്ള ഒരു ഇത് ഇട്ടാൽ അത് ആ എന്നാണ് വായിക്കുക സംസ്കൃതത്തില്. സാരല്ല, ഭഗവാൻ അറിയാലോ. ഓക്കെ, ആ നിമിഷ എന്ന് പറഞ്ഞാൽ നിത്യപ്രബുദ്ധ സ്വരൂപൻ, അതായത് മത്സ്യരൂപനായവൻ. ആ നിമിഷ എന്ന് പറഞ്ഞാൽ ഒരു വാക്കിന്റെ അർത്ഥം നോക്കില്ലേ. നിമിഷയുടെ അർത്ഥം വേറൊന്ന്, ആ നിമിഷ എന്ന് പറഞ്ഞാൽ വേറൊന്ന്. നിമിഷ എന്ന് പറഞ്ഞാൽ എന്താണ്? യോഗനിദ്രയിലെ കണ്ണുകൾ അടച്ചവൻ. ആ നിമിഷ എന്ന് പറഞ്ഞാൽ എന്താ? മത്സ്യരൂപത്തിലായവൻ. ഭഗവാൻ മത്സ്യരൂപം എടുത്തിട്ടില്ലേ, അതുകൊണ്ടാണ് അദ്ദേഹത്തെ ആ നിമിഷ എന്ന് പറയുന്നത്. ഇനിയോ ശ്രഘി. നിമിഷോ അനിമിഷ ശ്രഘി. ശ്രഘി എന്ന് പറഞ്ഞാൽ എന്താണ്? എപ്പോഴും വൈജയന്തിമാല ധരിക്കുന്നവൻ. ഭഗവാൻ എപ്പോഴും എന്താ ഇടുന്നത്? വൈജയന്തിമാല. അപ്പൊ നമ്മള് കിച്ചൂടൻ എത്ര ഹാരട്ട് എടുക്കണം അല്ലേ, ഫ്രഷ് ഫ്ലവേഴ്സ് കൊണ്ട്. അതേപോലെ ഭഗവാന് വൈജയന്തിമാലയുണ്ട് എപ്പോഴും. വൈജയന്തിമാല ധരിക്കുന്നവൻ, എപ്പോഴും വൈജയന്തിമാലയെ ധരിക്കുന്നത് കൊണ്ട് ഭഗവാനെ ശ്രഘി എന്ന് വിളിക്കും. നമുക്ക് എത്ര പേരറിയാം? കൃഷ്ണൻ, ഗുരുവായൂരപ്പൻ, കണ്ണൻ, ബാലാജി, വെങ്കിടാചലപതി, മാധവൻ, കേശവൻ, അങ്ങനെയൊക്കെയുള്ള പേരുകളെ നമുക്കറിയാം. ഇങ്ങനെ ശ്രഘി എന്നൊക്കെ പറഞ്ഞ് ഭഗവാൻ ഒരു പേരുണ്ട് നമുക്കറിയില്ലല്ലോ. ശ്രഘി. ശ്രഘി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും വൈജയന്തിമാലയെ ധരിക്കുന്നവൻ. അതുകൊണ്ടാണ് ഭഗവാനെ ശ്രഘി എന്ന് വിളിക്കുന്നത്. ഇനി ആ വാക്കൊന്ന് ശ്രദ്ധിച്ചൊന്ന് വായിച്ചു പഠിക്കണേ, എന്നാലേ കിട്ടത്തുള്ളൂ. വാചാസ്പതി. വാചാസ്പതി. കുറെ പേർക്ക് വായിക്കാൻ അറിയാം, എന്നാലും ചിലവർക്കൊന്നും വായിക്കാൻ അറിയില്ല. അതുകൊണ്ടാണ് കേട്ടോ, ഒന്ന് ക്ഷമിച്ചേക്ക്, അവരും കൂടി പഠിച്ചോട്ടെ, പാവല്ലേ. വാചാസ്പതി രുധാരധി. വാചാസ്പതി രുധാരധി. വായിക്കാൻ കിട്ടിയോ?
കുറച്ച് അമ്മമാരുണ്ട് 70 വയസ്സ് 75 വയസ്സ് 60 വയസ്സൊക്കെ പാവ അമ്മമാരുണ്ട്, കുറച്ച് മക്കളും ഉണ്ട്. അപ്പം കുഞ്ഞുങ്ങളൊക്കെ പഠിക്കണ്ടേ, അതാണ് കേട്ടോ. വാചാസ്പതി രുധാരതി, വായിക്കാൻ കിട്ടിയില്ലേ? വാചാസ്പതി രുധാരതി, അങ്ങനെ വായിക്കണേ. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വാക്കിന്റെ പതിയായും സകല പദാർത്ഥങ്ങളെയും പ്രത്യക്ഷീകരിക്കുന്ന ബുദ്ധി വൈഭവമുള്ളവനായിട്ടും ഇരിക്കുന്നവൻ. അതായത് വാക്കിന്റെ പതി, നമ്മൾ പറയുന്ന വാക്ക് അത് ഭഗവാനാണ്. വാക്കാണ് സത്യം എന്ന് കേട്ടിട്ടില്ലേ? ആ വാക്കിന്റെ പതി ഭഗവാനാണ്. അതുകൊണ്ടാ പറയുന്നത് നുണ പറയരുത് എന്ന്. ഇതിപ്പോ ഞാൻ എൻ്റെ ഗുരുകുലത്തിലെ കുട്ടികൾക്ക് ക്ലാസ് എടുക്കണ പോലെ പോയി, സത്യം. ആ ഒരു മോഡുലേഷനിൽ വന്ന് ക്ലാസ്, എന്നാലും കുഴപ്പമില്ലല്ലോ, ഓക്കെ അല്ലേ? കുട്ടികൾക്ക് എടുക്കണ പോലെ എടുത്താലും സാരില്ല. അപ്പോ എൻ്റെ മക്കൾക്ക് ഇങ്ങനെ എന്നെ എടുത്തു കൊടുക്കുക. കുറെ എഴുതി കാണിക്കും, വരച്ച് കാണിക്കും, ഇടയ്ക്ക് തമാശ പറയും, അവരെ കളിയാക്കും, ചിരിപ്പിക്കും, അവരെ കൊണ്ട് പാട്ട് പാടിക്കും. ഇങ്ങനെയൊക്കെയാ ഗുരുകുലം ക്ലാസ് പോവാ മക്കൾക്ക്. അതേ മോഡുലേഷനിലായി ഇപ്പോ, സാരില്ല. വാക്കിന്റെ പതിയായും, നമ്മൾ പറയുന്ന വാക്ക് ആരുടേതാണ്? ഭഗവാന്റേതാണ്. അപ്പോ ഒരിക്കലും എന്ത് ചെയ്യരുത്? ആ വാക്ക് ഉപയോഗിച്ച് ഒരാളെയും വേദനിപ്പിക്കരുത്, ഒരാളുടെയും കുറ്റം പറയരുത്, പരദൂഷണം പറയരുത്, അസൂയപ്പെടരുത്, ആരെയും ശപിക്കരുത്, ചീത്ത വാക്ക് പറയരുത്, പിറുപിറുക്കരുത്. കേട്ടല്ലോ ബിന്ദമ്മേ? ഇന്ന് ഉറങ്ങുന്നുണ്ട് അമ്മായി കിടന്നോളൂ. ഇരുന്നുറങ്ങുന്നുണ്ട് അളിയൻ. വാചാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാചാസ്പതി രുധാരതി എന്ന് വെച്ചു കഴിഞ്ഞാൽ വാക്കിന്റെ പതിയായും സകല പദാർത്ഥങ്ങളെയും പ്രത്യക്ഷീകരിക്കുന്ന, ഇല്ല ചാന്ന് ദീർഘല്യമ്മ, അതൊരൊറ്റ വേടാണ്. വാചാസ്പതി രുധാരതി, വാച എന്നേ ഉള്ളൂ, വാച എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ, ചാന്നില്ല. വാചാസ്പതി രുധാരതി. ഞാനത് വായിക്കാൻ വേണ്ടി മാത്രമാണ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നീട്ടി പറഞ്ഞത്. വാക്കിന്റെ പതി അത് ഭഗവാനാണ്. സകല പദാർത്ഥങ്ങളെയും പ്രത്യക്ഷീകരിക്കുന്ന, എല്ലാ കാര്യങ്ങളെയും പ്രത്യക്ഷീകരിക്കുന്ന ബുദ്ധി വൈഭവം. അതായത് ഭഗവാൻ എന്തും ഏതും എപ്പോഴും പെട്ടെന്ന് മനസ്സിലാവും, ഒന്നും മനസ്സിലാവാതില്ല, എല്ലാം മനസ്സിലാവും ഭഗവാൻ. അങ്ങനെയുള്ള ഭഗവാനെയാണ് നമ്മൾ വാചാസ്പതി രുധാരതി എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ മൊത്തത്തിലുള്ളതിന്റെ അർത്ഥം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാ വിദ്യകളുടെയും ഉപദേഷ്ടാവായിരിക്കുന്ന, അതായത് എല്ലാ വിദ്യകളും നമുക്ക് പറഞ്ഞ് പഠിപ്പിച്ചു തരുന്ന, എല്ലാവരുടെയും അച്ഛനായിരിക്കുന്ന എന്ന് വേണമെങ്കിൽ പറയാം, ജന്മദാതാവായിരിക്കുന്ന, എല്ലാവരും ജനിക്കാൻ വേണ്ടി കാരണമായിരിക്കുന്ന, ബ്രഹ്മാദികൾക്കും ബ്രഹ്മവിദ്യയെ പ്രദാനം ചെയ്യുന്ന, ബ്രഹ്മദേവനും മറ്റുള്ളവർക്കൊക്കെ ബ്രഹ്മവിദ്യയെ പോലും പ്രദാനം ചെയ്യുന്ന, എന്താണ്, പരമമായിരിക്കുന്ന ജ്യോതിസായിരിക്കുന്ന, എല്ലാത്തിൻ്റെയും മുകളിലിരിക്കുന്ന ജ്യോതിസായിരിക്കുന്ന, പ്രകാശമയമായിരിക്കുന്ന, എല്ലാത്തിൻ്റെയും ആശ്രയം, നമ്മുടെ എല്ലാവരുടെയും ആശ്രയമായിരിക്കുന്ന, സത്യഭാഷണ രൂപമായിരിക്കുന്ന, ധർമ്മസ്വരൂപനായിരിക്കുന്ന, നിഷ്ഫലമാകാത്ത പരാക്രമത്തോടു കൂടിയിരിക്കുന്ന, മത്സ്യരൂപനായിരിക്കുന്ന, എപ്പോഴും വൈജയന്തിമാല ധരിക്കുന്ന, വാക്കിന്റെ പതിയായിരിക്കുന്ന സകല പദാർത്ഥങ്ങളെയും പ്രത്യക്ഷീകരിക്കുന്ന അത്രയും ബുദ്ധിയുള്ള ഗുരുവായൂരപ്പന്റെ പാദങ്ങളിൽ നമസ്കരിക്കാം. ഓക്കെ, ബിന്ദുമാണ് കിടന്നോളൂ. ആ തുളസി കെടുത്ത് ഇങ്ങോട്ട് വെച്ചു, എന്നിട്ട് അവിടെ കിടന്നുറങ്ങൂ. അതിനാ ഉറങ്ങുന്നേ, കുഴപ്പമില്ല, കിടക്കൂ. അതെടുത്ത് ഇങ്ങോട്ട് വെച്ചു. 3 മണിയാകുമ്പോൾ എഴുന്നേക്കാണല്ലോ കേട്ടോ, കിടന്നോളൂ. വേണമെങ്കിൽ ഇങ്ങനെ ഇരുന്ന് ഉറക്കം തൂക്കണ്ട. ആ മാല ഇതൊക്കെ ഇങ്ങോട്ട് എടുത്ത് വെക്കി, ഇവിടെ വെച്ചോ, ഈ ടേബിളിലോട്ട് വെക്കി, ഇവിടെ വെക്കി. ആ വെറ്റിലമാല അതൊക്കെ ഇങ്ങോട്ട് എടുത്ത് വെക്കി. ഇരുന്ന് ഉറങ്ങേണ്ട ആവശ്യം എന്താ? ആ മാല എടുത്ത് ഇങ്ങോട്ട് വെക്കി. ബോക്സ് താഴേക്കിട്, ആ കുട്ടി ബോക്സ്. ചാർജറൊക്കെ അവിടെ നേരത്തെ, ആ കണ്ണടയും ചാർജറൊക്കെ.
കുഷ്യനും എടുത്തേക്ക്, അവിടെ ചാർജറും എടുത്തേക്ക്. അങ്ങനെ ചെയ്യണ്ട, ഇവിടെ വെച്ചോ. കഴിച്ചോ. ഇഡ്ഡലി ഉണ്ട്, ചോറ് ഇരിക്കുന്നുണ്ട്, ഇഡ്ഡലി ഇരിക്കുന്നുണ്ട്, പോയി എടുത്ത് കഴിച്ചോ. വിശക്കുണ്ടെങ്കിൽ പോയി കഴിക്കും. അപ്പൊ ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ ഉറങ്ങിക്കോ, ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കാം, എന്നിട്ട് കഴിക്കാം. ചപ്പാത്തി ഇരിക്കുന്നുണ്ട്, കിടക്കൂ. പക്ഷെ എന്തൊരു കഷ്ടം ഇത്. മര്യാദക്ക് കിടക്ക് ബിന്ദുമ്മേ, നിങ്ങള് സ്വസ്ഥമായിട്ട് ഫ്രീ ആയിട്ട് കിടക്ക്. എന്തിനിങ്ങനെ AC ഓഫ് ചെയ്യണോ? ആ നൈറ്റി അങ്ങനെ ചെയ്യാതെ നേരെ ഇട്ടിട്ട് കിടക്ക്. നീ റിലാക്സ് ആയിട്ട് അവിടെ ഇരുന്ന് ഉറങ്ങും. അടുത്ത എന്താന്ന് വെച്ചാല്, അടുത്ത വാക്ക് നോക്കാം നമുക്ക്. വിശന്നിട്ടല്ല, വൈകിട്ട് കഴിച്ചതാ. മിക്സ്ചറൊക്കെ വേണമെന്നാണ് അതൊക്കെ വാങ്ങിച്ചു കൊടുത്ത്. കഴിക്കാൻ പറഞ്ഞാൽ ഇപ്പൊ ഇനിയിപ്പോ ഇത് കഴിയാതെ കഴിക്കൂല. ഞാൻ ക്ലാസ് കഴിയാതെ കഴിക്കും. വിശക്കുണ്ടോ പിന്നെ വയ്ക്കേ? വേണേ എടുത്ത് പോയി കഴിക്കേ. സാമ്പാർ വേണമെന്നാണെങ്കിൽ സാമ്പാർ ഉണ്ടാക്കി കൊടുത്തുനിന്ന്. ക്യാബേജ് തോരൻ വേണമെന്ന് പറഞ്ഞ് ക്യാബേജ് തോരൻ ഉണ്ടാക്കി. കണ്ണിമാങ്ങ അച്ചാറുണ്ട്, പപ്പടം ഉണ്ട്. വേറെ എന്താ ഉണ്ടാക്കിയ നമ്മളിന്ന്? ചോറ്, ഇഡ്ഡലി എല്ലാം ഇരിക്കുന്നുണ്ട്. രാത്രിക്ക് ചപ്പാത്തി വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വരുമ്പോൾ ചപ്പാത്തി വാങ്ങിച്ചു കൊണ്ടുവന്ന് അത് വെച്ചിട്ടുണ്ട്. കടയിൽ പോയപ്പോൾ എന്നോട് പറഞ്ഞു മിക്സ്ചർ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ മിക്സ്ചർ കൊണ്ടുവന്ന് എല്ലാം ഇരിക്കുന്നുണ്ട് ഇവിടെ. ഇഷ്ടമൊന്നുമില്ല. ഉറങ്ങിക്കോളൂ. ഇനി അടുത്ത ലൈൻ എന്ന് പറഞ്ഞാൽ അഗ്രണീർ ഗ്രാമണി. ശ്രീമാൻ ന്യായോ. അഗ്രണീർ ഗ്രാമണി ശ്രീമാൻ ന്യായോ നേധാ. അഗ്രണീർ ഗ്രാമണി ശ്രീമാൻ ന്യായോ നേധാ സമീരണഃ. അഗ്രണീർ ഗ്രാമണി ശ്രീമാൻ ന്യായോ നേധാ സമീരണഃ. സഹസ്രമൂർധാ വിശ്വാത്മാ. സഹസ്രാക്ഷ സഹസ്രപാദ്. കിട്ടിയോ? അഗ്രണീർ ഗ്രാമണി ശ്രീമാൻ ന്യായോ നേധാ സമീരണഃ. സഹസ്രമൂർധാ വിശ്വാത്മാ സഹസ്രാക്ഷ സഹസ്രപാദ്. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, അഗ്രണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഭക്തന്മാരെ ഉത്തമമായിരിക്കുന്ന പദത്തിലേക്ക് നയിക്കുന്നവൻ. ആരാണോ ഭഗവാനെ ഭക്തിയോടുകൂടി നമസ്കരിക്കുന്നത്, നല്ല ഭക്തിയോടുകൂടി ഭഗവാനെ ആരാണോ സമീപിക്കുന്നത്, അവരെ ഏറ്റവും നല്ല അവസ്ഥയിലേക്ക് ഭഗവാൻ കൊണ്ടുവരും. ഓക്കെ, ഒന്നും ടെൻഷൻ വേണ്ട, ഭഗവാൻ കൊണ്ടുവരും. പിന്നെന്താ? ഗ്രാമണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂതഗ്രാമത്തിന്റെ നേതാവായിരിക്കുന്നവൻ. ഭൂതഗ്രാമം എന്ന് പറഞ്ഞാൽ എന്താ? കഴിഞ്ഞ യുഗം. നമ്മളുടെ ഈ 4 യുഗങ്ങൾക്ക് മുൻപേ ഒരു യുഗം ഉണ്ടായിരുന്നു, പാസ്റ്റ്. അതിൻ്റെ ഒക്കെ നേതാവ് ആരാണ്? ഭഗവാനാണ്, എല്ലാത്തിൻ്റെയും നേതാവ്. ഇനിയോ ശ്രീമാൻ, സർവാതിശയായിരിക്കുന്ന. ശ്രീ അതായത് കാന്തിയുള്ളവൻ. ഭഗവാന്റെ കാന്തി, സൗന്ദര്യം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. സർവാതിശയായിരിക്കുന്ന, എല്ലാവർക്കും അതിശയം തോന്നിപ്പിക്കുന്ന ഒരു ഭംഗിയുള്ള, ശ്രീയുള്ള, ലക്ഷ്മിത്വമുള്ള, കാന്തിയുള്ളവനെയാണ് ശ്രീമാൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ. ന്യായോ എന്ന് പറഞ്ഞാൽ പ്രമാണങ്ങളെ അനുഗ്രഹിക്കുന്നതും ഭേദമില്ലായ്മയെ ഉണ്ടാക്കുന്നതുമായിരിക്കുന്ന തർക്കമായിരിക്കുന്നവൻ. എല്ലാ പ്രമാണങ്ങളെയും അനുഗ്രഹിക്കുന്നത് ആരാണ്? ഭഗവാനാണ്. നമ്മൾ പറയും ആ സഹസ്രനാമം, ഈ സഹസ്രനാമം, ആ ഒരു ബുക്ക്, ഈ ബുക്ക്, എല്ലാ വേദങ്ങളെയും അനുഗ്രഹിക്കുന്നത് ആരാ? ഭഗവാനാണ്. ഓക്കെ. ഭേദമില്ലായ്മയെ ഉണ്ടാക്കുന്നതായിരിക്കുന്ന തർക്കം.
അപ്പൊ നമ്മൾ പറയില്ലേ, ഇതാണല്ലോ വലുത്, അതാണല്ലോ വലുത്, ഈ തർക്കം ഉണ്ടാക്കുന്നതും ഭഗവാനാണ്. മനസ്സിലായോ? എല്ലാം ഉണ്ടാക്കുന്നതും ഭഗവാനാണ്. ക്ലിയർ? എല്ലാം ഉണ്ടാക്കുന്നതും ഭഗവാനാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. തർക്കമുണ്ടാക്കുന്നതും അതുപോലെ തന്നെ എല്ലാ തർക്കം മുതൽ എല്ലാം ഉണ്ടാക്കുന്നതും ഭഗവാനാണ്. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എല്ലാ വേദങ്ങളെയും അനുഗ്രഹിക്കുന്നതും ഭഗവാൻ തന്നെ. അതാണ് ഭഗവാനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ന്യായോ എന്ന് വിളിക്കുന്നത്. ന്യായോ എന്ന് വിളിക്കാനുള്ള കാരണം അതാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നേധ. നേധ എന്ന് പറഞ്ഞാൽ എന്താ? ജഗത്താകുന്ന യന്ത്രത്തെ ചലിപ്പിക്കുന്നവൻ. ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത്, രാത്രിയും പകലും ഒക്കെ ഉണ്ടാക്കുന്ന ചലിപ്പിക്കുന്നത് ആരാ? ഭഗവാനാണ്. ഓക്കെ, നേധ ജഗത്ത്, അതായത് ഈ ലോകത്തെ, ലോകമാകുന്ന യന്ത്രത്തെ ചലിപ്പിക്കുന്നതും ആരാണ്? ഭഗവാൻ തന്നെയാണ്. സമീരണഃ. സമീരണ. സമീരണ എന്ന് പറഞ്ഞാൽ ശ്വാസരൂപത്തിൽ ജീവികളെ ചേഷ്ടിപ്പിക്കുന്നവൻ. നമ്മൾക്ക് ഈ ശ്വാസം എടുക്കാൻ പോലും പെർമിഷൻ തരുന്നത് ആരാ? ഭഗവാനാണ്. ആ ശ്വാസോച്ഛ്വാസം ഉള്ളതുകൊണ്ടല്ലേ നമ്മൾ ജീവിക്കുന്നത്, അല്ലേ? നമ്മൾക്ക് ആ ശ്വാസം എന്ന് നിലയ്ക്കുന്നു, അതോടുകൂടി കഴിഞ്ഞു. അപ്പോ ശ്വാസരൂപത്തിൽ ജീവികളെ ജീവിപ്പിക്കുന്നത് ആരാ? ഭഗവാനാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ സമീരണ എന്ന് വിളിക്കുന്നത്. ഓക്കെ, സഹസ്രമൂർധ. സഹസ്രമൂർധ എന്ന് പറഞ്ഞാൽ 1000 മൂർധാവുകൾ ഉള്ളവൻ. നമുക്കൊക്കെ ഒന്നേ ഉള്ളൂ, പക്ഷെ ഭഗവാന് 1000 മൂർധാവുകളുണ്ട്. 1000 അല്ലാട്ടോ, അതിലും കൂടുതലുണ്ട്. നമ്മൾ പറയാണ്, നമുക്ക് വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ കഴിയില്ല ഭഗവാന്റെ ഒന്നും. പക്ഷെ നമ്മൾക്ക് പരിമിതമായ നിലയിൽ നമ്മൾ പറയുമ്പോൾ സഹസ്രമൂർധ, 1000 മൂർധാവുകൾ ഉള്ളവൻ, അതാണ് ഭഗവാൻ. വിശ്വാത്മാ, ഈ വിശ്വത്തിന്റെ ആത്മാവ്, ഈ ലോകത്തിന്റെ ആത്മാവാണ് ആര്? ഭഗവാൻ. സഹസ്രാക്ഷ. സഹസ്രാക്ഷ എന്ന് പറയുമ്പോൾ 1000 അക്ഷികളോട് കൂടിയവൻ. അക്ഷി എന്ന് പറഞ്ഞാൽ എന്താ? കണ്ണ്. 1000 കണ്ണുകളോട് കൂടിയവനാണ് ആര്? ഭഗവാൻ. അതുകൊണ്ട് ഭഗവാൻ എന്ത് വിളിക്കുന്നു? സഹസ്രാക്ഷ. അക്ഷം എന്ന് പറഞ്ഞാൽ കണ്ണ്. സഹസ്രപാദ്. സഹസ്രപാദ് എന്ന് പറഞ്ഞാൽ 1000 പാദങ്ങളുള്ളവൻ. പാദ്, പാദ്, പാദം, പാദം എന്ന് പറഞ്ഞാൽ കാല്, അല്ലെ? 1000 പാദങ്ങളുള്ളവൻ. ഇവിടെ പറയുന്നുണ്ടില്ലേ, അഗ്രണീർ ഗ്രാമണി, ഭക്തന്മാരെ ഉചിതമായിരിക്കുന്ന നിലയിലേക്ക് ഉയർത്തുന്ന ഗ്രാമണി, എല്ലാ കഴിഞ്ഞ കാലങ്ങളുടെയും നേതാവായിരിക്കുന്ന ഗ്രാമണി. ശ്രീമാൻ, നമ്മളെ ആരെയും അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള ലക്ഷ്മിത്വം, കാന്തി, ശ്രീയുള്ളവനായിരിക്കുന്ന. ന്യായോ, പ്രമാണങ്ങളെയെല്ലാം അനുഗ്രഹിക്കുന്ന. അതുകൊണ്ടാണ് ന്യായോ എന്ന് പറയുന്നത്. നേധ, ഈ ലോകത്തിന്റെ നേതാവായിരിക്കുന്ന, ഈ ലോകമാകുന്ന യന്ത്രത്തെ ചലിപ്പിക്കുന്ന. സമീരണ, ശ്വാസോച്ഛ്വാസത്തിൽ ശ്വാസം നിലനിർത്തിക്കൊണ്ട് നമ്മളെല്ലാം ജീവിപ്പിക്കുന്ന. സഹസ്രമൂർധ. സഹസ്രമൂർധ എന്ന് പറഞ്ഞാൽ 1000 മൂർധാവുള്ള. വിശ്വാത്മാ. സഹസ്രമൂർധ വിശ്വാത്മാ. വിശ്വാത്മാ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിന്റെ ആത്മാവായിരിക്കുന്ന വിശ്വാത്മാ. സഹസ്രാക്ഷ. അക്ഷം എന്ന് പറഞ്ഞാൽ കണ്ണ്. സഹസ്രാക്ഷ, 1000 കണ്ണുകളുള്ള. സഹസ്രപാദ്. പാദ് എന്ന് പറഞ്ഞാൽ പാദം. സഹസ്രം എന്ന് പറഞ്ഞാൽ 1000. അപ്പൊ 1000 കണ്ണുകളുള്ള, 1000 പാദങ്ങളുള്ള ആ ഗുരുവായൂരപ്പനെ നമുക്ക് നമസ്കരിക്കാം. മനസ്സിലായോ എന്റെ അർത്ഥം? ആ 2 ലൈന് 24ാമത്തെ ശ്ലോകം കേട്ടോ. ഇനി 25ാമത്തെ ശ്ലോകം എന്താണ്? ആവർത്തനോ. ആവർത്തനോ പ്രസന്നാത്മാ. ആവർത്തനോ പ്രസന്നാത്മാ വിശ്വദൃഘി. ആവർത്തനോ പ്രസന്നാത്മാ. സോറി, പ്രസന്നാത്മ അല്ല, ക്ഷമിക്കണം, നിവൃത്താത്മാ. അത് അടുത്ത ലൈനാ, പ്രസന്നാത്മ എന്നുള്ള. ആവർത്തനോ നിവൃതാത്മാ. ആവർത്തനോ നിവൃതാത്മാ. സംവൃത സംപ്രമർദ്ധന. സംവൃത സംപ്രമർദ്ധന. ആവർത്തനോ നിവൃതാത്മാ. നിവൃതാത്മാ. സംവൃത സംവൃത സംപ്രമർദ്ധന. ആവർത്തനോ നിവൃതാത്മാ സംവൃത സംപ്രമർദ്ധന എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ആവർത്തന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസാര ചക്രത്തെ തിരിച്ചുകൊണ്ടിരിക്കുന്നത്.
രാവാകുന്നു രാത്രിയാവുന്നു, പകലാവുന്നു രാത്രിയാവുന്നു, പകലാവുന്നു രാത്രിയാവുന്നു, ഉഷ്ണം വരുന്നു, തണുപ്പ് വരുന്നു, മഴ വരുന്നു, വേനൽ വരുന്നു. ഇങ്ങനെ സംസാര സാഗരത്തെ ഇങ്ങനെ തിരിച്ചുകൊണ്ടിരിക്കുകയാണ് ഭഗവാൻ അല്ലേ. 4 യുഗങ്ങൾ കഴിയുന്നു, വീണ്ടും പ്രളയം വരുന്നു, വീണ്ടും യുഗം വരുന്നു, വീണ്ടും പ്രളയം വരുന്നു. ഈ സംസാര സാഗരത്തെ ഇങ്ങനെ തിരിച്ചുകൊണ്ടിരിക്കുന്നു, ആവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ആര്? ഭഗവാൻ. അതുകൊണ്ട് ഭഗവാനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ആവർത്തന എന്ന് വിളിക്കും. പിന്നെയോ നിവൃതാത്മാ. നിവൃതാത്മാ എന്ന് പറഞ്ഞാൽ എന്താണ്? സംസാര ബന്ധത്തിൽ നിന്ന് വിടപെട്ട സ്വരൂപത്തോടു കൂടിയവൻ. ഈ സംസാര ലോകം, നമ്മൾ ജീവിക്കുന്ന ഈ ലോകം, അതാണ് സംസാര ലോകം എന്ന് പറയുന്നത്. ഈ ലോകവുമായിട്ട് നമുക്ക് എല്ലാവർക്കും ബന്ധമുണ്ട്. പക്ഷെ ഈ ലോകത്തിന്റെ ഒരു ഭൗതിക സുഖങ്ങളും ആഗ്രഹിക്കാത്ത, ഇതുമായിട്ട് ഒരു ബന്ധവുമില്ലാതെ ഇരിക്കുന്ന ഒരാളാണ് ഭഗവാൻ. ഭഗവാന് ദേഷ്യമില്ല, വാശിയില്ല, വെറുപ്പില്ല, സുഖമില്ല, സന്തോഷമില്ല, ചിരിയില്ല, നിർവികാരമാണ്, സ്വസ്ഥമാണ്. ഓക്കെ. അതുകൊണ്ട് ഈ ഭൗതിക ലോകവുമായിട്ട് അഡിക്ഷൻ ആവാത്ത, അടിമപ്പെടാത്ത, എല്ലാത്തിൽ നിന്നും അകന്നു നിൽക്കുന്ന ഈ ഭഗവാനെ നമ്മൾ എന്തെന്ന് വിളിക്കും? നിവൃതാത്മാ. എന്താണ്? നിവൃതാത്മാ. അതാ പറയുന്നത്, ആവർത്തനോ നിവൃതാത്മാ സംവൃത. സംവൃത എന്ന് പറഞ്ഞാൽ എല്ലാറ്റിനെയും സംവരണം ചെയ്യുന്ന, അതായത് ആ വിദ്യ കൊണ്ട് സംവരണം ചെയ്യപ്പെട്ടവൻ. മനസ്സിലായി? എല്ലാത്തിനെയും സംവരണം, മൂടി പൊതിഞ്ഞു വെക്കും ഭഗവാൻ. ഭഗവാന്റെ ഒരു സംരക്ഷണം എല്ലാത്തിലും ഉണ്ട്. എല്ലാത്തിലും ഭഗവാന്റെ ഒരു സംരക്ഷണമുണ്ട്. ആ വിദ്യ കൊണ്ട് സംവരണം ചെയ്യപ്പെട്ടവൻ. നമ്മൾക്ക് ഈ ലോകത്തിന്റെ അപ്പുറത്തേക്ക് എന്താന്ന് അറിഞ്ഞൂടാ. നമ്മൾ വായിക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, ഉൾക്കൊള്ളുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലേന്ന് ചോദിച്ചാൽ ഇല്ല. ഇതിനപ്പുറം എന്ത്? ആഫ്റ്റർ ഡെത്ത്, മരണശേഷം എന്ത്? ഒരു ശാസ്ത്ര ലോകത്തിനും അത് എന്താ പറയാ, പക്കയായിട്ട് പറയാൻ കഴിയില്ല. അവർക്ക് വേണേ വാദിക്കാം ഇത് ശരിയാണ് എന്ന്, പ്രൂവ് ചെയ്യാൻ കഴിയില്ല, ഇല്ലേ? മരിച്ചുപോയ ഒരാളെ ജീവിപ്പിക്കാൻ കഴിയില്ല നമുക്ക്. അവരുടെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ എടുത്തിട്ട് വേണേ പുനർജന്മമൊക്കെ കൊടുക്കാന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് അറിഞ്ഞൂടാ അതേക്കുറിച്ചൊന്നും. ഞാൻ അതിലേക്കൊന്നും പോകാൻ ഇഷ്ടപ്പെടുന്നില്ല, അതൊന്നും ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. പക്ഷെ പറയണം. അയ്യോ, ബദ്രി വിളിക്കുന്നുണ്ട്. ഒരു മിനിറ്റ്, സ്റ്റുഡിയോ ഒരു കോൾ ഉണ്ട്. ബദ്രി, പറ ബദ്രി. ഒരു 15 മിനിറ്റ് കഴിഞ്ഞാൽ ഫ്രീ ആയി. എന്തോ? ഓക്കെ ഓക്കെ, നോ പ്രോബ്ലം. അപ്പൊ ഒരു 10:15 വിളിക്കോ? ഓക്കെ ഓക്കെ, ശരി ശരി, ബൈ ബൈ. ഞാൻ പേടിച്ചു. ഇന്നത്തെ ഉറക്കവും ശിവരാത്രി എന്ന് വിചാരിച്ചു. വർക്കിനല്ല, വേറെ എന്തോ പറയാൻ. അപ്പം എന്താ പറയാ, ആവർത്തന നിവൃതാത്മാ സംവൃത. എല്ലാത്തിനും ഇപ്പൊ നമ്മൾ പറയാറില്ലേ, മരണശേഷം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിഞ്ഞൂടാ അല്ലേ. പിന്നെ എന്താ പറയാ, അങ്ങനെ അറിയാത്ത കുറേ കാര്യങ്ങളുണ്ട് നമുക്ക്, അല്ലേ? ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഒരു അവിദ്യയാണ്, നമുക്കറിയാത്തൊരു വിദ്യയാണത്. ആ കാര്യങ്ങളെല്ലാം അവിദ്യ കൊണ്ട്, കഴിഞ്ഞ ജന്മത്തിൽ എന്തായിരുന്നു, നമ്മൾ എവിടെയായിരുന്നു, ആരായിരുന്നു, എന്തൊക്കെ ചെയ്തിരുന്നു, ഇതും നമുക്ക് അറിഞ്ഞൂടാ. ഇതൊക്കെ ഒരു അവിദ്യയാണ്, പൂർണ്ണമല്ലാത്ത അറിവാണ്. കറക്റ്റ് അല്ലേ? അങ്ങനെ അവിദ്യ കൊണ്ട് എല്ലാത്തിനെയും എന്താ ചെയ്തിരിക്കുന്നത്? സംവരണം ചെയ്തിരിക്കുകയാണ്. ഭഗവാൻ ഇങ്ങനെ മൂടി വെച്ചിരിക്കുകയാണ്. അത് ഭഗവാന് മാത്രമേ നമുക്ക് അറിഞ്ഞൂടാ. സംപ്രമർദ്ദന എന്ന് പറഞ്ഞാൽ എല്ലാവരെയും മർദ്ദിക്കുന്നവൻ. മർദ്ദിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ അടിക്കുന്നവനല്ല കേട്ടോ. ഭഗവാൻ എല്ലാവരിലും ഉണ്ട്. ഒരു പുഷപ്പ് ചെയ്യാന്നാണ് അർത്ഥം. അതായത് നമ്മൾ ചിലപ്പം അലസന്മാരായിരിക്കും. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഇന്ന് പൂജ ചെയ്യുന്നുണ്ട്. അപ്പൊ വൈകുന്നേരം അലയും മതി, ഇന്ന് വേണ്ട. അപ്പൊ നമ്മുടെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഒരു തോന്നൽ വരും, അല്ലല്ല ചെയ്യ് ചെയ്യ് ചെയ്യ്. നമ്മുടെ അച്ഛനമ്മമാരൊക്കെ പറയില്ലേ, അങ്ങനെ ചെയ്തു, നീ അത് ചെയ്യ്. എൻ്റെ അച്ഛനൊക്കെ രാവിലെ വിളിച്ചിട്ട് ചോദിക്കല്, പൂജയൊക്കെ കഴിഞ്ഞോ, എല്ലാം ചെയ്തോ, കൃത്യമായോ, അങ്ങനെ എല്ലാം അപ്ഡേറ്റ് ചെയ്ത് ചോദിക്കും അച്ഛൻ. എപ്പോഴും ചോദിക്കും, ടിൽ ഇന്ന് വരെ ചോദിക്കും. രാത്രി വിളിച്ചിട്ട് ക്ലാസ് എടുത്തോ, അത് കഴിഞ്ഞാൽ ഇപ്പൊ സ്റ്റുഡിയോയിലാണെങ്കിൽ ക്ലാസ് എടുത്തിട്ടാണോ പോയത്, സ്റ്റുഡിയോയിലാണോ ഉള്ളത്, എത്ര മണിക്ക് കഴിയും, ഞാൻ ഉറങ്ങാം, നീ എത്തിയ അമ്മയുടെ അടുത്തൊന്ന് അറിയിച്ചാൽ മതി. അങ്ങനെ ഒരു എന്താ പറയാ, ഒരു ഇത്. പക്ഷെ ഞാൻ വന്നാൽ ചിലപ്പോ ഒന്നും വിളിക്കില്ല, അവർ ഉറങ്ങായിരിക്കും, ഞാൻ വിളിക്കില്ല. അപ്പൊ ഒരു നമ്മുടെ ഭക്തിയിൽ ഒരു പോസിറ്റീവ് എനർജിക്ക് ഒരു സപ്പോർട്ട്. മനസ്സിലായില്ലേ? അതാണ് പറയുന്നത് സംപ്രമർദ്ദന എന്ന് പറയുന്നത്. മർദ്ദിക്കുക എന്ന് പറയുമ്പോൾ അടിക്കുക എന്നല്ല കേട്ടോ അതിന്റെ അർത്ഥം.
നമ്മളെ ഇങ്ങനെ പ്രഷർ ചെയ്യ് നല്ല കാര്യങ്ങൾ ചെയ്യ് അല്ലെങ്കിൽ അത് തെറ്റാണ്, അത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളെ ഇങ്ങനെ ഉള്ളിൽ നിന്നൊരു ചിന്ത നമ്മളെ ഇങ്ങനെ പുഷ് ചെയ്യില്ലേ, അതിനാണ് പറയുന്നത്. അഹം സംവർത്തക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ശ്ലോക ബുക്കിലുള്ളത് അഹം സംവർത്തകോ എന്നാണ് കേട്ടോ. നമ്മൾ അതിന്റെ അർത്ഥം എടുക്കാൻ വേണ്ടി ആ വാക്ക് യൂസ് ചെയ്യുമ്പോൾ അഹം സംവർത്തക എന്ന് പറഞ്ഞാൽ അഹസ്സുകളെ പ്രവർത്തിപ്പിക്കുന്ന സൂര്യരൂപത്തിലുള്ളവൻ. അതായത് എല്ലാ ഗ്രഹങ്ങള്, ചന്ദ്രന് ഗ്രഹങ്ങള് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ എന്താണ്, സൂര്യനടക്കം എല്ലാ ഗ്രഹങ്ങളെയും പ്രവർത്തിപ്പിക്കുന്നത് ആരാ? ഭഗവാനാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ അഹം സംവർത്തക എന്ന് വിളിക്കുന്നു. അഹം സംവർത്തകോ. ഓക്കെ. വഹ്നീര നിലോ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് വഹ്നി എന്നുള്ള വേർഡ് മാത്രം എടുക്കാം. ഹവിസിനെ വഹിക്കുന്നവൻ, ഹവിസിനെ വഹിക്കുന്നവൻ. അനില, അതായത് നിശ്ചിതമായ നിലയില്ലാത്തവൻ, ആദിയില്ലാത്തവൻ. ഭഗവാന്റെ തുടക്കം എവിടെയാന്ന് വെച്ചാൽ ആർക്കെങ്കിലും പറയാൻ പറ്റും? ഒരു പരിധി വരെ നമുക്ക് ബിഗ് ബാങ് അത് ഇതെന്നൊക്കെ പറയാം. അതിന്റെ മുമ്പ് നമുക്കറിയില്ല ഭഗവാന്റെ സ്റ്റാർട്ടിങ് എവിടെയാ, നമുക്ക് അറിയില്ല അല്ലെ. അതുകൊണ്ട് ഭഗവാനെ വഹിനി അനില എന്ന് പറയുന്നു. പിന്നെയോ ധരണീധര എന്ന് പറഞ്ഞാൽ അനന്തൻ, ദിഗജഗങ്ങൾ, വരാഹം എന്നീ രൂപങ്ങളിൽ ഭൂമിയെ ധരിക്കുന്നവൻ. വരാഹ രൂപത്തിലൊക്കെ ഭഗവാൻ എന്താണ്? ഭൂമിയെ ഉദ്ധരിച്ചിട്ടുണ്ട്. അനന്തനായിട്ട്, ആദിശേഷൻ, അതൊക്കെ അറിയാലോ. ഇനി ഭാഗവതം എടുക്കുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് അതൊക്കെ പറഞ്ഞുതരാം. ദിഗജങ്ങളൊക്കെ ആയിട്ട് ഭൂമിയെ എന്താണ്? ധരിക്കുന്നവൻ. ഭൂമിയെ ധരിച്ചിരിക്കുകയാണ് ഭഗവാൻ, എടുത്ത് കയ്യിൽ ഇങ്ങനെ വെച്ച് ധരിച്ചിരിക്കുകയാണ്, സംരക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഭൂമിയെ. അങ്ങനെയുള്ളവനെയാണ് ധരണീധര എന്ന് പറയുന്നത്. ധരണി എന്ന് പറഞ്ഞാൽ ഭൂമി. ഓക്കെ, ധരണീധര എന്ന് പറയുന്നത്. അപ്പോ ആവർത്തനോ, സംസാര ചക്രത്തെ തിരിക്കുന്നത് കൊണ്ടാണ് ഭഗവാനെ ആവർത്തനോ എന്ന് പറയുന്നത്. ആവർത്തനോ നിവൃതാത്മാ, അതായത് ഈ സംസാര ബന്ധനത്തിലൊന്നും ഭഗവാൻ പെട്ടിട്ടില്ല. അതുകൊണ്ട് നിവൃതാത്മാ, സംവൃത സംപ്രമർദ്ദന, എല്ലാവരെയും നല്ലതിലേക്ക് നയിക്കുകയും ചീത്ത കാര്യങ്ങളിൽ നിന്ന് പുറത്തു കൊണ്ടുവരികയും ചെയ്യുന്ന സംപ്രമർദ്ദന. അഹം സംവർത്തകോ, അഹസുകളെ പ്രവർത്തിപ്പിക്കുന്ന, അതായത് സൂര്യ ചന്ദ്രാദി ഗ്രഹങ്ങളെ എല്ലാം പ്രവർത്തിപ്പിക്കുന്ന അഹം സംവർത്തകോ. വഹ്നീരനിലോ, അതായത് ഹവിസിനെ വഹിക്കുന്ന, ആദി, തുടക്കമറിയാത്ത, ഭൂമിയെ ധരിക്കുന്ന, സംരക്ഷിക്കുന്ന, ഭൂമിയെ എടുത്ത് സംരക്ഷിക്കുന്ന, ധരിച്ചിരിക്കുന്നവനെ ധരണീധര എന്ന് വിളിക്കുന്നു. ഓക്കെ, അങ്ങനെയുള്ള ഗുരുവായൂരപ്പന്റെ തൃപാദങ്ങളിൽ നമസ്കരിക്കാം. ഇനി 25 കഴിഞ്ഞു. ഇനി 26-ാമത്തെ ശ്ലോകമാണ്. 26-ാമത്തെ ശ്ലോകം എന്ന് പറഞ്ഞാൽ സുപ്രസാദ, പ്രസന്നാത്മ. ഇവിടെയാണ് പ്രസന്നാത്മ വരുന്നത്. സുപ്രസാദ, പ്രസന്നാത്മാ, ദൃഗി എന്ന് വായിക്കും. അല്ലെങ്കിൽ ദൃക് എന്ന് വായിക്കും. വിശ്വദൃക്, അർത്ഥം പഠിക്കാൻ എളുപ്പമുണ്ടാവും. വിശ്വബുക് എന്ന് വായിക്കൂ. അതിന്റെ അർത്ഥം ശ്ലോകത്തിൽ അങ്ങനെയല്ല, നമ്മൾ അർത്ഥം പഠിക്കാൻ വേണ്ടി ആ വാക്ക് കിട്ടാൻ വേണ്ടി വായിക്കരാ കേട്ടോ. ശ്ലോകത്തിൽ വരുന്നത് വിശ്വദൃഗീശ്വ ബുഗിബു എന്നാണ് വരുന്നത്. അപ്പോൾ നമ്മൾ അതിന്റെ അർത്ഥം പഠിക്കാൻ വേണ്ടി വിശ്വദൃക്, വിശ്വബുക് എന്നെടുക്കുന്നു. ഓക്കെ. പിന്നെയോ വിഭു, ലാസ്റ്റ് വിഭു എന്നെടുക്കണം. വിഭു, അപ്പോഴാണ് അത് 3 വാക്കായി മാറുക. വിശ്വദൃക്, വിശ്വബുക്, വിഭു എന്ന് കിട്ടുന്നത്. പിന്നെയോ സത്കർത്ത, സത്കൃത, സാധുർ, ജഹുർ, നാരായണോ നര. സുപ്രസാദ പ്രസന്നാത്മാ വിശ്വദൃഗ് വിശ്വഭുഗിബു. അത് വായിച്ചു കിട്ടാൻ ബുദ്ധിമുട്ടുള്ളതാണ് ഞാൻ ആ വേർഡ് പിരിച്ച് പറഞ്ഞത്. വിശ്വദൃക്, ദൃഗി എന്നാണ് നമ്മുടെ ശ്ലോക ബുക്കിലുള്ളത്. അത് ദൃക് എന്നെടുക്കുക. പക്ഷെ നമ്മൾ ശ്ലോക വായിക്കുമ്പോൾ ദൃഗീന്ന് തന്നെ വായിക്കണം. ആ വാക്കിന്റെ അർത്ഥം പറയാൻ ആ വാക്ക് നമ്മൾ എടുക്കുമ്പോൾ വിശ്വദൃക് എന്നാണ് വരുന്നത്. പിന്നെയോ വിശ്വദൃഗി കഴിഞ്ഞാൽ വിശ്വഭുഗി എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഭുഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബുഗി, ബുക്ക്. ഓക്കെ, ആ പഠിക്കുന്ന ബുക്കല്ല കേട്ടോ, ഭക്ഷണം.
അപ്പൊ വിശ്വദൃക്, വിശ്വഭുക്, പിന്നെന്താ പറഞ്ഞ ഭൂ എന്ന് കൊടുത്തിരിക്കുന്നത് അത് വിഭു എന്നെടുക്കുക. അപ്പൊ അതിന്റെ അർത്ഥം പറയാൻ എളുപ്പമുണ്ടാവും. സത്കർത്ത, സത്കൃത, സാധുർ, ജഹുർ, നാരായണോ നരഹ. സത്കൃത, സാധു, ജഹ്നു, നാരായണ. അങ്ങനെ അർത്ഥം എടുക്കുമ്പോൾ എളുപ്പം നമുക്ക് ഓരോ വാക്കുകളായിട്ട് പഠിക്കാൻ പറ്റും. അതിന്റെ അർത്ഥം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സുപ്രസാദ, അതായത് ശോഭനമായിരിക്കുന്ന, പ്രസാദമായിരിക്കുന്ന കരുണയോട് കൂടി. ഭഗവാന്റെ മുഖം നോക്കിയാൽ എപ്പോഴും ഒരു പ്രസാദമുണ്ടാവും, ഒരു ശോഭനമായിരിക്കും ഭഗവാന്റെ മുഖം. ഓക്കെ, അതുകൊണ്ടാണ് പറയുന്നത് ശോഭനമായിരിക്കുന്ന, പ്രസാദമായിരിക്കുന്ന, കരുണയോട് കൂടിയിരിക്കുന്ന പ്രസന്നാത്മാ. പ്രസന്നാത്മാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കരുണാർദ്ധമായിരിക്കുന്ന സ്വഭാവം, പ്രസന്നതയാണ്. ഓക്കെ, പ്രസന്നമായിരിക്കുന്ന മനസ്സാണ് ഭഗവാന്. സകലവിധ കാമങ്ങളും സാധിച്ചവനായതുകൊണ്ടാൽ പ്രസന്നമായിരിക്കും ഭഗവാൻ. എന്തും ഏതും എങ്ങനെ എവിടെ എപ്പോഴും ഏതവസ്ഥയിലും ഒരേ മനോഭാവം, പ്രസന്നത മാത്രം, കരുണ മാത്രം. ഭഗവാന്റെ അടുത്തേക്ക് ആരാണോ പോകാൻ ഉദ്ദേശിക്കുന്നത് കരുണ മാത്രം, അത്രയേ ഉള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല. ഭഗവാന് കരുണ മാത്രം. അതുകൊണ്ടാണ് ഭഗവാനെ പ്രസന്നാത്മാന്ന് വിളിക്കുന്നത്. വിശ്വദൃക്, അതായത് വിശ്വത്തെ ധരിക്കുന്നവൻ. നമ്മൾ പറഞ്ഞില്ലേ ഭൂമിയെ ധരിച്ചിരിക്കുകയാണ് ഭഗവാൻ. വിശ്വദൃക്, വിശ്വഭുക്, അതായത് പാലിക്കുന്നവൻ, ഈ ലോകത്തെ, ഈ വിശ്വത്തെ ഭക്ഷിക്കുന്നവൻ തന്നെ പറയാം. ഭഗവാന്റെ ഉള്ളിലല്ലേ എല്ലാം സ്ഥിതി ചെയ്യുന്നത്, ഭഗവാന്റെ പുറത്തല്ലല്ലോ. എല്ലാം ഭഗവാന്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യണം. അപ്പൊ ഉള്ളിൽ അങ്ങനെ എത്തുക, ഭക്ഷിച്ചാലാണ് എത്തുക അല്ലെ. അപ്പൊ ഈ വിശ്വഭുക് എന്ന് പറയുമ്പോൾ വിശ്വത്തെ ഭക്ഷിക്കുന്നവൻ, അല്ലെങ്കിൽ അനുഭവിക്കുന്നവൻ, അല്ലെങ്കിൽ പാലിക്കുന്നവൻ. ഭഗവാൻ സംരക്ഷിച്ചിരിക്കുകയാണ് ഭൂമിയെ അല്ലെ. ഇനിയോ വിഭു, വിഭു എന്ന് പറഞ്ഞാൽ വിവിധമായിരിക്കുന്ന രൂപങ്ങളിൽ ഭവിക്കുന്നവൻ. ഭഗവാൻ പല 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 രൂപത്തിലും വരും. ഉണ്ണിക്കണ്ണനായിട്ട് വരും, കൃഷ്ണനായിട്ട് വരും, ഗോപാലകനായിട്ട് വരും, അതുപോലെ നരസിംഹമായിട്ട് വരും. ഏത് ഭാവത്തിലും ഏത് രൂപത്തിലും ഭഗവാന്റെ ഭക്തരുടെ രൂപവും ഭഗവാൻ സ്വീകരിക്കും. അങ്ങനെ ഏത് ഭാവത്തിലും ഏത് രൂപത്തിലും ഭഗവാൻ വരും. സത്കർത്ത, സത്കർത്ത എന്ന് പറഞ്ഞാൽ സത്കാരം, അതായത് പൂജ ചെയ്യുന്നവൻ. ഭഗവാൻ അറിയാലോ നമുക്ക്, ഭഗവാൻ തന്നെ പൂജ ചെയ്തിട്ടുണ്ട്. അപ്പൊ പൂജ ചെയ്യുന്നവൻ, അതുകൊണ്ടാണ് ഭഗവാനെ സത്കർത്ത എന്ന് വിളിക്കുന്നത്. ദ്വാരകയിലൊക്കെ ഭഗവാൻ പൂജ ചെയ്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഭഗവാനെ സത്കർത്ത, പൂജ ചെയ്യുന്നവൻ എന്ന് വിളിക്കുന്നു. പിന്നെയോ സത്കൃത, സത്കൃത എന്ന് പറഞ്ഞാൽ പൂജിതന്മാരാലും പൂജിക്കപ്പെടുന്നവൻ. ഭഗവാനും പൂജ ചെയ്യും, പൂജ ചെയ്യുന്നവരാൽ ഭഗവാൻ പൂജിക്കപ്പെടുകയും ചെയ്യും. അപ്പൊ ഭഗവാൻ പൂജ ചെയ്യും, മനസ്സിലായില്ലേ? എന്താ പറയുക, പാദപൂജ. നമ്മുടെ ഏത് ഭക്തരാവട്ടെ, കുചേലൻ പോലും വന്നപ്പോൾ അദ്ദേഹം പാദം കഴുകി സ്വീകരിച്ചു, പാദപൂജ ചെയ്തു അല്ലെ. അപ്പൊ ഭഗവാനും പൂജ ചെയ്യും, നമ്മൾ പൂജിക്കുമ്പോഴോ ആ പൂജ ഭഗവാൻ സ്വീകരിക്കുകയും ചെയ്യും. സാരല്ലേ മുതലാളി, ഭഗവാൻ ആ പൂജ സ്വീകരിക്കുകയും ചെയ്യും. അപ്പം പൂജിക്കപ്പെടുകയും ചെയ്യും, പൂജ ചെയ്യുകയും ചെയ്യും. അപ്പൊ സത്കൃത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂജിതന്മാരാലും പൂജിക്കപ്പെടുന്നവൻ, അതായത് പൂജ ചെയ്യുന്നവനാൽ പൂജിക്കപ്പെടുന്നവനായും. സാധു, സാധു എന്ന് പറഞ്ഞാൽ ന്യായമനുസരിച്ച് പ്രവർത്തിക്കുന്നവൻ. ധർമ്മം വിട്ട് ഭഗവാൻ ഒന്നും ചെയ്യില്ല, ന്യായത്തോടു കൂടിയേ ഭഗവാൻ നിൽക്കും. ധർമ്മം വിട്ട് ഒരു കാര്യം ഭഗവാൻ ചെയ്യില്ല. ജഹു, ജഹു, ജഹനു എന്നാണ്. ജഹുർ നാരായണോ നര, ജഹുർ നാരായണോ നര എന്ന് വെച്ച് കഴിഞ്ഞാല് ജീവന്മാരെ തന്നിൽ ലയിപ്പിക്കുന്നവൻ അല്ലെ. സംസാര കാലത്തിൽ ഈ ലോകത്തിൽ നമ്മൾ ജീവിച്ചു തീർന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ലോകം വിട്ടു പോകുമ്പോൾ എന്താ സംഭവിക്കുക? അത് ഭഗവാൻ ആ ജീവനെ പോലും ഭഗവാനിലേക്ക് ലയിപ്പിക്കും. അതുകൊണ്ടാണ് ഭഗവാനെ ജഹ്നു എന്ന് വിളിക്കുന്നത്. എല്ലാം സർവവും ഭഗവാനിലേക്ക് ലയിച്ചു പോകും. നാരായണ, നാരായണ. എന്താ നാരായണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നരനിൽ നിന്നുണ്ടാകുന്ന തത്വങ്ങൾ, നാരങ്ങൾ, അല്ലെങ്കിൽ അയനമായിരിക്കുന്നവൻ. ഇനി അതുമല്ലെങ്കിലോ ജീവാത്മാക്കളുടെ അയനമായിരിക്കുന്നവൻ. അതായത് എല്ലാം ഭഗവാനാണ്, എല്ലാ സമസ്തവും അദ്ദേഹത്തിൽ ലയിച്ചിരിക്കുകയാണ്. നാരായണ, നാരായണ. ഭഗവാനിലാണ് എല്ലാ ജീവാത്മാക്കളും ലയിച്ചിരിക്കുന്നത്. നരഹ, നരഹ എന്ന് പറഞ്ഞ നാരായണോ നരഹ. നര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നയിക്കുന്നവൻ, നയിക്കുന്നവൻ. ഭഗവാനല്ലേ നമ്മളെ നയിക്കുന്നത്. ഈ സംസാര സാഗരം, കാലചക്രം, രാവ് പകല്, ഗ്രഹങ്ങള്, സൂര്യൻ, ചന്ദ്രൻ, അഗ്നി എന്ന് വേണ്ട സമസ്തവും ചെയ്യുന്നത് ആരാ? ഭഗവാനാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ നര എന്ന് വിളിക്കുന്നത്. മനസ്സിലായ? അപ്പൊ ശോഭനമായിരിക്കുന്ന, കരുണയോടുകൂടിയുള്ള, ഹൃദയത്തോടു കൂടിയിരിക്കുന്ന, കരുണ നിറഞ്ഞ മനസ്സുള്ള, ഈ ലോകത്തെ തന്നെ ധരിക്കുന്ന
ഈ ലോകത്തെ ഭക്ഷിക്കുന്ന അല്ലെങ്കിൽ പരിപാലിക്കുന്ന, വിവിധമായിരിക്കുന്ന വ്യത്യസ്തമായിരിക്കുന്ന രൂപത്തിൽ വരുന്ന, പൂജ ചെയ്യുന്ന, ഭഗവാൻ പൂജ ചെയ്യുന്ന, എന്നാൽ നമ്മൾ പൂജിച്ചാൽ ആ പൂജ സ്വീകരിക്കുകയും ചെയ്യുന്ന, ന്യായമനുസരിച്ച് പ്രവർത്തിക്കുന്ന, നമ്മുടെയൊക്കെ ജീവിതാവസാനം കഴിഞ്ഞ് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ആ നമ്മുടെ ആത്മാവിനെ എല്ലാം ഭഗവാനിലേക്ക് തന്നെ ലയിപ്പിക്കുന്ന, എല്ലാ ജീവാത്മാക്കളെയും അദ്ദേഹത്തിലേക്ക് ലയിപ്പിക്കുന്ന, ഈ ജീവാത്മാക്കളെല്ലാം നയിക്കുന്ന ആ ഗുരുവായൂരപ്പന്റെ തൃപ്പാദങ്ങളിൽ നമസ്കരിക്കാം. അതാണ് ആ ഒരു ലൈനിന്റെ അർത്ഥം കേട്ടോ. ഇനി 27ാമത്തെ ശ്ലോകം. 27ാമത്തെ ശ്ലോകം എന്താ? ഈ വിഷ്ണു സഹസ്രനാമം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ശ്രീ സൂക്തം എടുത്തു തരാം കേട്ടോ. ശ്രീ സൂക്തം ഇതൊക്കെ കുട്ടി കുട്ടി സംഭവങ്ങളാണ്. ശ്രീ സൂക്തമൊക്കെ പഠിച്ചു കഴിഞ്ഞ് അതൊക്കെ എടുത്ത് നമ്മളിങ്ങനെ ചൊല്ലി തുടങ്ങി പ്രാർത്ഥിച്ചൊക്കെ തുടങ്ങി ഭയങ്കരമായിട്ട് ജീവിതം മാറും. ഒക്കെ ഒരുപാട് മാറ്റങ്ങൾ ഭഗവാൻ കൊണ്ടുവരും, ദേവി കൊണ്ടുവരും. അപ്പൊ ഓരോന്നും എടുത്തരാം കേട്ടോ. ഇനി 27ാമത്തത്. ഇന്ന് എന്താ ഇത്രയും ക്ലാസ് എടുക്കണമെന്ന് വെച്ചാൽ നാളെ അന്നദാനാണ്. 201 പേരുടെ അന്നദാനാണ്. അപ്പൊ നാളെ ക്ലാസ് ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. നോക്കാം, നേരത്തെ എത്തിയ എടുത്തരാം. 27ാമത്തെ ശ്ലോകം എന്താ? അസംഖ്യേയോ അസംഖ്യേയോ പ്രമേയാത്മാ അസംഖ്യേയോ പ്രമേയാത്മാ വിശിഷ്ട വിശിഷ്ട ശിഷ്ട കൃച്ഛുജി കൃച്ഛുജി സിദ്ധാർത്ഥ സിദ്ധാർത്ഥ സിദ്ധസങ്കൽപ്പ സിദ്ധാർത്ഥ സിദ്ധസങ്കൽപ്പ സിദ്ധിത സിദ്ധിത സിദ്ധാർത്ഥ സിദ്ധസങ്കൽപ്പ സിദ്ധിത സിദ്ധിസാധന സിദ്ധിത സിദ്ധിസാധന. കിട്ടിയോ? അസംഖ്യയോ, അതായത് അസംഖ്യ എന്ന് പറഞ്ഞാൽ സംഖ്യ, അതായത് നാമരൂപഭേദാദികളില്ലാത്തവൻ എന്ന് പറയാം. അസംഖ്യേയോ, അതായത് നാമം, എത്ര നാമം ഉണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും 1000 നാമേ ഉള്ളൂ. അല്ല, 1000-ൽ കൂടുതൽ നാമങ്ങൾ ഭഗവാനുണ്ട്. എണ്ണിയാൽ ഒടുങ്ങാത്ത ഒരു എന്താ പറയാ നാമങ്ങളും ഭാവങ്ങളും രൂപങ്ങളും ആർക്കുണ്ട്? ഭഗവാനുണ്ട്. അതുകൊണ്ട് നമ്മൾ ഭഗവാനെ എന്തെന്ന് വിളിക്കും? അസംഖ്യേയോ എന്ന് വിളിക്കും. എണ്ണിയാൽ ഒടുങ്ങാത്ത അത്രയും രൂപങ്ങളും ഭാവങ്ങളും നാമങ്ങളും ഉള്ളത് കൊണ്ട് ഭഗവാനെ അസംഖ്യേയോ എന്ന് വിളിക്കും. പിന്നെ അപ്രമേയാത്മ, അവിടെ ഒരു എഫ് പോലത്തെ അക്ഷരം ഉണ്ട് കേട്ടോ. അപ്പൊ അത് അ എന്നാണ് വായിക്കേണ്ടത്. അസംഖ്യേയോ അപ്രമേയാത്മാ അപ്രമേയാത്മാ. അപ്പൊ അപ്രമേയാത്മാ എന്ന് പറഞ്ഞാൽ എന്താ? പ്രമാണങ്ങളെ കൊണ്ട് ഗ്രഹിക്കാൻ കഴിയാത്ത ആത്മാവോട് കൂടിയവൻ. നമുക്കൊക്കെ ഇപ്പൊ ഒരു ജ്യോതിഷിയുടെ അടുത്ത് പോയി കഴിഞ്ഞ ഒരു കണക്കാണ് അല്ലെ, ഇങ്ങനെ രാശിയൊക്കെ വെച്ച് അത് ഒരു പ്രമാണമൊക്കെ വെച്ച് ഓരോരോ പ്രമാണങ്ങൾ വെച്ചിട്ടൊക്കെ ഓരോ കണക്കുകളെ കാര്യങ്ങളൊക്കെ പറയും. ഇത് പ്രമാണങ്ങൾക്കും അപ്രമാണ്. പ്രമാണങ്ങൾ കൊണ്ടും എന്താണ്? ഭഗവാനെ മനസ്സിലാക്കാൻ കഴിയില്ല. നമ്മളിപ്പോ ഈ വിഷ്ണു സഹസ്രനാമം പഠിച്ചുകൊണ്ട് ഭഗവാനെ പൂർണ്ണമായി മനസ്സിലാക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. ശ്രീമദ് ഭാഗവതം പഠിച്ചുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. ഗീത പഠിച്ചുകൊണ്ട് ഒരിക്കലുമില്ല. അതിനുമെല്ലാം അപ്പുറത്തേക്കാണ് ഭഗവാൻ. അപ്രമേയാത്മാ. അപ്രമേയാത്മാ എന്ന പ്രമാണങ്ങൾ കൊണ്ടും മനസ്സിലാക്കാൻ കഴിയാത്ത ആത്മാവോട് കൂടിയാണ് ഭഗവാൻ ഇരിക്കുന്നത്. അതുകൊണ്ട് ഭഗവാനെ നമ്മൾ അപ്രമേയാത്മാ എന്ന് പറയുന്നു. കൊടുക്കാം. എല്ലാം കൂടി ഒന്നിച്ചു തരാന്നോ? ഓക്കെ ഓക്കെ ഓക്കെ, കൊടുക്കാം. ശ്രീധരൻ പ്രഭുവിന് കൊടുക്കാം. വിശിഷ്ട വിശിഷ്ട അസംഖ്യേയോ അപ്രമേയാത്മാ വിശിഷ്ട. വിശിഷ്ട എന്ന് പറഞ്ഞാൽ എന്താണ്? സർവാതിശായി ആയിരിക്കുന്നവൻ. എല്ലാത്തിലും ശയിച്ചിരിക്കുന്നുണ്ട് ഭഗവാൻ. സർവ്വതിലും ഭഗവാനുണ്ട്. മനസ്സിലായില്ലേ? ഓക്കെ, എല്ലാത്തിലും ഭഗവാൻ ലയിച്ചിരിക്കണം. അതുകൊണ്ടാണ് ഭഗവാനെ വിശിഷ്ട എന്ന് വിളിക്കുന്നത്. ശിഷ്ടകൃത് ശിഷ്ടകൃത് വിശിഷ്ട ശിഷ്ടകൃത് എന്ന് വെച്ചാൽ ശാസനം ചെയ്യുന്നവൻ, ശിഷ്ടവന്മാരെ രക്ഷിക്കുന്നവൻ. ഭഗവാനെ ശാസനം ചെയ്യാനുള്ള അധികാരമുണ്ട്. ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഭഗവാൻ അത് തിരുത്താൻ നമ്മളെ ശാസിക്കും. എന്നിട്ടോ ശിഷ്ടന്മാരെ രക്ഷിക്കും. തെറ്റ് ചെയ്യാത്തവരാരാണോ അവരെ ഭഗവാൻ കൈവെള്ളയിലേക്ക് എടുക്കും, രക്ഷിക്കും. അതുകൊണ്ടാണ് ശിഷ്ടകൃത് ശുചി. ശിഷ്ടകൃത് വിശിഷ്ട ശിഷ്ടകൃത് ശുചി. അതായത് ഈ അർത്ഥം നമ്മൾ ശ്ലോകത്തിലുള്ള പോലെയല്ല, ഞാൻ വാക്കുകൾ പിരിച്ചാണ് എടുക്കുന്നത് കേട്ടോ. ശുചി എന്ന് പറഞ്ഞാൽ മലിനഹീനൻ. ഭഗവാൻ ഒരിക്കലും മലിനമില്ല.
നമ്മൾക്കൊക്കെ അശുദ്ധി ഉണ്ട്, ഭഗവാന് അശുദ്ധി ഇല്ല എന്നാ പറഞ്ഞത്. അതുകൊണ്ടാണ് ഭഗവാനെ ശുചി എന്ന് വിളിക്കുന്നത്. മലിനഹീനൻ. സിദ്ധാർത്ഥ സിദ്ധ സങ്കല്പ സിദ്ധിത സിദ്ധി സാധന. സിദ്ധാർത്ഥ എന്ന് പറഞ്ഞാൽ എന്താണ്? അർത്ഥിക്കുന്ന അർത്ഥം സിദ്ധമായവൻ. അർത്ഥിക്കുന്ന അർത്ഥം, നമ്മൾ എന്താണോ പറയുന്നത് അതിന്റെ അർത്ഥം ഭഗവാനാണ്. ഈ ഭൂമിയിൽ ഏത് വാക്കെടുത്താലും അത് ഭഗവാനുമായി ബന്ധപ്പെട്ടതാണ്. അദ്ദേഹവുമായി ബന്ധപ്പെടാത്ത ഒന്നുമില്ല. സിദ്ധസങ്കല്പ, സങ്കല്പങ്ങൾ സിദ്ധമായവനാണ് ഭഗവാൻ. എല്ലാ സങ്കല്പങ്ങളും ലഭിച്ചിട്ടുണ്ട്, എല്ലാം ഭഗവാനിലുണ്ട്. സിദ്ധിധ, സിദ്ധിധ എന്ന് പറഞ്ഞാൽ എന്താണ്? സിദ്ധിയെ ദാനം ചെയ്യുന്നവൻ, അനുഷ്ഠാതാക്കൾക്ക്, ആഗ്രഹിക്കുന്ന അത് അർഹിക്കുന്ന ആളുകൾക്ക് സിദ്ധി ദാനം ചെയ്യുന്നവൻ. ഫലത്തെ, ആരാണോ നന്മ ചെയ്യുന്നത് ആ നന്മ ചെയ്ത വ്യക്തിക്ക് ആ നന്മയ്ക്കുള്ള ഫലത്തെ നൽകുന്നവനെയാണ് സിദ്ധിധ എന്ന് വിളിക്കുന്നത്. സിദ്ധി സാധന, സിദ്ധി സാധന എന്ന് വെച്ചാൽ സിദ്ധി രൂപമായിരിക്കുന്ന ക്രിയയെ സാധിപ്പിക്കുന്നവൻ. സിദ്ധി രൂപമായിരിക്കുന്ന ക്രിയ അത് ഭഗവാൻ തന്നെയാണ് നൽകുന്നത്. നമ്മൾ എന്താണോ ചെയ്തത് അതിന്റെ പ്രവൃത്തിക്കുള്ള ഫലം നൽകുന്നത് ഭഗവാനാണ്. അതുകൊണ്ടാണ് ഭഗവാനെ സിദ്ധി സാധന എന്ന് വിളിക്കുന്നത്. ഓക്കെ, അങ്ങനെയുള്ള ഗുരുവായൂരപ്പന്റെ തൃപാദങ്ങളിൽ നമുക്ക് നമസ്കരിക്കാം. ഇനി 28ാമത്തെ ശ്ലോകം, നമ്മുടെ ലാസ്റ്റ് ശ്ലോകം. ഓക്കെ, 28ാമത്തത് എന്താണ്? വൃഷാഹി വൃഷാഹി വൃഷഭോ വൃഷാഹി വൃഷഭോ വിഷ്ണുർ വിഷ്ണുർ വൃഷപർവ വൃഷപർവ വൃഷോധര വൃഷോധര വർധനോ വർധനോ വർധമാനക്ഷ വർധനോ വർധമാനക്ഷ വിവിക്ത വിവിക്ത ശ്രുതിസാഗര വിവിക്ത ശ്രുതിസാഗര. വൃഷാഹി എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രകാശ. ഞാൻ പറഞ്ഞില്ല എന്റെ അച്ഛൻ വിളിക്കുന്നു. ആ പറയച്ച. ആ എന്തേ? ആ ആ ആ ആ ഹലോ. ഓ എന്താ പൊന്നെ? പൊന്ന് ലച്ചു പൊന്ന്. ഞാൻ വരുന്നുണ്ട് വിഷുവിന്, വലിയ വടിയെടുത്ത് വരുന്നുണ്ട്. നിന്നെ ഞാൻ ശരിയാക്കി തരാം കേട്ടാ. നീ എന്റെ മോനെ അടിച്ചില്ലേ? നിന്നെ ഞാൻ ശരിയാക്കി തരാം. ആ ഓക്കെ ഓക്കെ, മമ്മ ഇപ്പൊ വിളിക്കാട്ടാ. ഇപ്പൊ ക്ലാസ് എടുക്കണം, ഇപ്പൊ കഴിയൂട്ടാ. ഒരു 5 മിനിറ്റ് കൊണ്ട് മമ്മ തിരിച്ചു വിളിക്കാട്ടാ. ഓക്കെ എന്നാ ശരി. അമ്മ ഞാൻ ഇപ്പൊ വിളിക്കാം, ക്ലാസ് എടുക്കട്ടെ, ഇപ്പൊ വിളിക്കാം. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഉറങ്ങും. സഞ്ജൂട്ടൻ കോഴിക്കോട് പോയപ്പോഴേ സഞ്ജൂട്ടനെ ലക്ഷ്മി തല്ലിയിരിക്കണു. ലച്ചു, ആ സംസാരിക്കാൻ പറ്റാത്ത എന്റെ ബ്രദറിന്റെ മോളില്ലേ, തല്ലി. ഞാൻ വീഡിയോ കോളിൽ കണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു നിന്നെ ഞാൻ ശരിയാക്കി തരാം, നീ എന്റെ മോനെ തല്ലിയില്ലേ എന്ന് പറഞ്ഞു. അപ്പൊ സഞ്ജു കോഴിക്കോട് നിന്ന് ഇങ്ങോട്ടേക്ക് വന്നു, ചെന്നൈയിലേക്ക്. അപ്പൊ ഇന്ന് രാവിലെ വിളിച്ചു ചോദിക്കാം, അതെന്താ മമ്മ വേഗം കൊണ്ടുപോയത് കണ്ണമ്മാമനെ? അവൾ അങ്ങനെയാ കണ്ണമ്മാമ എന്നാ വിളിക്കുക എന്റെ മോനെ. അപ്പൊ ഞാൻ പറഞ്ഞേ അത് വിളിച്ചത്. അച്ഛാ ഞാൻ ക്ലാസ് എടുക്കാം അച്ഛാ, ഇപ്പൊ തിരിച്ചു വിളിക്കാം. ഒരു 5 മിനിറ്റ് അച്ഛാ, ഇപ്പൊ തിരിച്ചു വിളിക്കാം. ആ അപ്പോ ഞാൻ പറഞ്ഞു നീ എന്റെ മോനെ തല്ലിയില്ലേ, ഞാൻ വീഡിയോ കോളിൽ കണ്ടു എന്ന് പറഞ്ഞു. അതെ, ഞാൻ വീഡിയോ കോളിൽ ഞാൻ കണ്ടു നീ എന്റെ മോനെ തല്ലി, നീ ഞാൻ ശരിയാക്കി തരാന്ന്. ഇപ്പൊ അച്ഛന്റെ അമ്മയുടെ നടുക്ക് ചെന്ന് കിടന്നിട്ട് പറയാ, മോനെ തല്ലിന്ന് പറഞ്ഞ് ഇവിടുന്ന് കൊണ്ടുപോയില്ലേ മമ്മ ആ എന്നൊക്കെ പറഞ്ഞിട്ട് വർത്താനൊക്കെ പറഞ്ഞേക്കാം. അവർക്ക് സംസാരിക്കാൻ പറ്റില്ല, എഴുന്നേറ്റ് നടക്കാനും പറ്റില്ലായിരുന്നു. അപ്പൊ ഗുരുവായൂർ അമ്പലത്തിൽ നിന്നാണ്
പിന്നെ എഴുന്നേറ്റിരുന്നതും ഭക്ഷണമൊന്നും ഇറങ്ങില്ലായിരുന്നു അവൾക്ക്. ഗുരുവായൂർ അമ്പലത്തിൽ നിന്നാണ് പിന്നെ ഒരു 4-5 വർഷം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ട്യൂബിലൂടെയൊക്കെയാണ് ഫുഡ് കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നെ അമ്പലത്തിൽ നിന്നാണ് അന്നനാളം വഴി ഫുഡ് ഇറങ്ങിയതൊക്കെ. അന്നനാളമില്ലാതെ അതെ ആങ്ങളയുടെ മോള് ഇപ്പൊ അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും പോയി പറയാം, അമ്മ പറഞ്ഞില്ലേ, അച്ഛൻ്റെ അമ്മമ്മന്റെ മോള് പറഞ്ഞില്ലേ ഞാൻ തല്ലീന്ന്, എന്നിട്ട് മോനെ അവിടുന്ന് കൊണ്ടുപോയല്ലോ എന്ന്. ഇപ്പൊ ഇന്ന് മുഴുവൻ ഞങ്ങൾ വഴക്കായിരുന്നു, ഞാനും ഏട്ടൻ്റെ മോളും. അപ്പൊ വൈകുന്നേരം ഇപ്പൊ ഞാൻ വിളിച്ചിട്ട് പൊന്നേ പറന്ന്, പൊന്നാ രാവിലെ മുതൽ ഇങ്ങനെയല്ലോ പറഞ്ഞത്, ഇപ്പൊ എവിടെന്നാ പൊന്ന് വന്നത്? ക്രേസി ഒപ്പ നാരായണ. എനിവേ സന്തോഷം. ഞാനതിപ്പോൾ കട്ട് ചെയ്ത 10:10 അവർ ഉറങ്ങിപ്പോവും, അതുകൊണ്ടാണ് ഞാൻ പിന്നെ ജസ്റ്റ് ഒന്ന് എടുത്തത്, ഒന്നും വിചാരിക്കല്ലേ. എനിവേ ഇനി എന്താ, വൃഷാഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൃഷം, അതായത് ധർമ്മം. വൃഷം എന്ന് പറഞ്ഞാൽ ധർമ്മം, പുണ്യം, പ്രകാശരൂപത്തിന് സദൃശമാകയാൽ അതുതന്നെയാണ് അഹസ്. അഹസ് എന്ന് പറഞ്ഞാൽ പകൽ, അതായത് പ്രകാശരൂപത്തിന് തുല്യമാണ്. പ്രകാശം, നമുക്ക് ഇപ്പൊ സൂര്യദേവന്റെ പ്രകാശം എന്ന് പറയുമ്പോൾ ഭയങ്കര പ്രകാശമാണ് അല്ലെ, പ്രകാശമില്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല. അപ്പൊ ആ പ്രകാശം പോലെ തുല്യമാണ് എന്ത്, ധർമ്മം എന്ന് പറയുന്നത്. പ്രകാശം പോലെ തുല്യമാണ് ധർമ്മം എന്ന് പറയുന്നത്. അപ്പം ധാധ്വശാഹം മുതലായ യജ്ഞങ്ങളെ വൃഷാഹം എന്ന് പറയുന്നു. അപ്പൊ ആ പ്രകാശം പോലെ ഇരിക്കുന്ന ധർമ്മത്തെ അമ്പലത്തിൽ പോകും, മണിയടിക്കും. പുള്ളിക്കാരിയുടെ ജോലി അവിടെ രാവിലെ 8:30 വരെ. 6 മണിക്ക് അമ്പലം തുറക്കുമ്പോഴത്തെ പുള്ളിക്കാരി അമ്പലത്തിലെത്തും. തൊട്ടടുത്ത ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്ത അമ്പലം. അവിടെ പോയി മണി അടിച്ച് അവിടെയുള്ള ചന്ദനത്തിരിയുടെ കവറും മറ്റേ കവറും എല്ലാം എടുത്തുകൊണ്ട് ബാസ്ക്കറ്റിലൊക്കെ ഇട്ട് നടക്കാൻ പറ്റില്ലായിരുന്നു. കാല് രണ്ടും തളർന്നിരിക്കുക ജനിച്ചപ്പോൾ. ഇപ്പം ഒരുവിധം നടക്കും, കുഴപ്പമില്ല. പക്ഷെ രാവിലെ എണീറ്റ് കുളിച്ച് തൊട്ടപ്പുറത്ത് അമ്പലത്തിൽ പോയി അവിടുന്ന് വിളിച്ചു പറയും, അങ്ങങ്ങാ ഞാനിവിടെ ഉണ്ട് എന്ന്. അച്ഛച്ചാന്നാ വിളിക്കുക എൻ്റെ അച്ഛനെ. ഞാൻ ഇവിടെ ഉണ്ട് എന്ന് പറയും. എന്നിട്ട് അവിടുത്തെ പണിയൊക്കെ ചെയ്ത് പൂവൊക്കെ ക്ലീൻ ആക്കി കൊടുത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ അവിടുന്ന് കഴിച്ചിട്ട് വന്ന് സ്കൂളിൽ പോകും. 4ാം ക്ലാസ് പഠിക്കുന്നു ഇപ്പോൾ. അപ്പം ആ പ്രകാശത്തിന് തുല്യമാണ് എന്ത്, ധർമ്മം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഭഗവാന് വൃഷാഹി എന്ന് പറയുന്നത്. ഓക്കെ, ധാതുഷാഹം മുതലായ യജ്ഞങ്ങളെല്ലാം വൃഷാഹം എന്നാണ് പറയുന്നത്. വൃഷഭ എന്ന് പറഞ്ഞാൽ ഭക്തന്മാർക്ക് എല്ലാ അഭീഷ്ടങ്ങളെയും വർഷിക്കുന്നവൻ. ഭക്തന്മാർക്ക് ഭക്തി, നമ്മളിപ്പോ ഭക്തി പ്രാക്ടീസ് ചെയ്യാണ്, നമ്മൾ ഭക്തരായി എന്ന് പറയാൻ പറ്റൂല. ഭക്തരാവാൻ ഒരുപാട് യോഗ്യത വേണം. നമ്മളൊന്നും ഭക്തിയിലേക്ക് എത്തിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ഭക്തി പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ അങ്ങനെയുള്ള ഭക്തന്മാർക്ക് എല്ലാ അഭീഷ്ടങ്ങളെയും വർഷിക്കുന്നത്, എല്ലാ ആഗ്രഹങ്ങളെയും ഭക്തന്മാർക്ക് നൽകി ചെയ്തു കൊടുക്കുന്നത് ആരാണ്, ഭഗവാനാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ വൃഷഭ എന്ന് വിളിക്കുന്നത്. വൃഷഭ. ഇനി വിഷ്ണു, അതായത് വൃഷാഹി, വൃഷഭോ, വിഷ്ണുർ, വൃഷപർവ. അതില് വിഷ്ണു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നവൻ. എല്ലായിടത്തും ഭഗവാൻ വ്യാപിച്ചിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഭഗവാനെ വിഷ്ണു എന്ന് പറയുന്നത്. ഓക്കെ, വിഷ്ണു. വൃഷപർവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമധാമത്തിലേക്ക് പ്രവേശിക്കാൻ ഇച്ഛിക്കുന്നവർക്ക്, ഭഗവാന്റെ ലോകത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്താണ്, ധർമ്മരൂപങ്ങളായിരിക്കുന്ന പടവുകളായിരിക്കുന്നത്. ധാർമ്മികമായിരിക്കുന്ന വഴി കാണിച്ചു കൊടുക്കുന്ന ആരാ, ഭഗവാനാണ്. അപ്പൊ ഭഗവാൻ നമുക്ക് എല്ലാവർക്കും നല്ല വഴി കാണിച്ചു തരുന്നുണ്ട്, ധർമ്മത്തിന്റെ വഴി കാണിച്ചു തരുന്നുണ്ട്. പക്ഷെ ആ വഴി കയറി പോണോ വേണ്ടേ എന്ന് ചിന്തിക്കുകയും തീരുമാനിക്കുകയും ചെയ്യേണ്ടത് നമ്മളാണ്. ശരിയായ പടവുകളിലേക്ക് കയറുമ്പോൾ കഷ്ടപ്പാടുകൾ തന്നെയാണ്. ഈസി ആയിട്ട് ആർക്കും ഭഗവാന്റെ ലോകത്തിലേക്ക് എത്താൻ പറ്റില്ല. നമ്മൾ ചിലപ്പോൾ യുഗങ്ങളോളം എത്രയോ യുഗങ്ങൾ ജനിച്ചാലായിരിക്കും ഭഗവാന്റെ ആ നാമം ഉച്ചരിക്കാൻ തന്നെ ഒരു അനുഗ്രഹം കിട്ടുന്നത്. അപ്പൊ നമ്മൾ എത്രയോ യുഗങ്ങൾ ജീവിച്ച് എത്രയോ കോടിക്കണക്കിന് ജന്മങ്ങൾ സ്വീകരിച്ചിട്ടാണ് ഇന്ന് ഭഗവാന്റെ വിഷ്ണു സഹസ്രനാമത്തിന് അർത്ഥമൊക്കെ കേൾക്കാനും പഠിക്കാനും ഭഗവാൻ ഒരു അവസരം നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോ അതെന്താ മനസ്സിലാക്കേണ്ടത്, ഭഗവാന്റെ പരമധാമത്തിലേക്ക് പ്രവേശിക്കാൻ, ഭഗവാന്റെ ആ ലോകത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ധർമ്മരൂപത്തിന്റെ വഴികൾ കാണിച്ചു കൊടുക്കുന്നത് ആരാണ്, ഭഗവാനാണ്. അതുകൊണ്ടാണ് ഭഗവാനെ എന്തെന്ന് വിളിക്കുന്നത്, വൃഷപർവ എന്ന് വിളിക്കുന്നത്. വൃഷപർവ എന്ന് വിളിക്കുന്നത്. വൃഷോധര എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രജകളെ വർഷിക്കുന്നത് പോലുള്ള ഉദരമുള്ളവൻ. പ്രജകളെ വർഷിക്കുന്നത് പോലെയുള്ള, ഇങ്ങനെ ഭഗവാന്റെ രോമകൂപത്തിൽ നിന്ന് ബ്രഹ്മാണ്ടങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും, അനേകായിരം. അതുപോലെ പ്രജകളെ വർഷിക്കുന്നത് പോലുള്ള ഉദരമുള്ളവൻ. എല്ലാം ഭഗവാന്റെ നാഭിയിലാണ്, വയറിലാണ് അല്ലെ, നാഭിയിലാണ് കുടികൊള്ളുന്നത്. അങ്ങനെയുള്ള നാഭിയുള്ള വർധന എന്ന് പറഞ്ഞതാണ്, വർദ്ധിപ്പിക്കുന്ന. എല്ലാം ഇരട്ടിയാക്കി നൽകും ഭഗവാൻ. നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിന്റെ ഇരട്ടി കണ്ട് ഭഗവാൻ നൽകും. എല്ലാം വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും ഭഗവാൻ. വർദ്ധമാന, വർദ്ധിപ്പിക്കുന്ന
വർദ്ധിപ്പിക്കുന്നവൻ എന്നാണ് ആ വർദ്ധമാന എന്ന് പറയുന്ന വാക്കിന്റെയും അർത്ഥം. വിവിക്ത, വിവിക്ത എന്ന് പറഞ്ഞാൽ പ്രത്യേകമായി നിലനിൽക്കുന്നവൻ, വർദ്ധിക്കുന്നവനെങ്കിലും. ഭഗവാൻ ഒരുപാട് ഒരുപാട് ഒരുപാട്, ഇപ്പം അതിന്റെ ഒരു ആൻസർ പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ പറയാറില്ലേ, രാസലീല സമയത്ത് എല്ലാ ഗോപികമാരുടെ കൂടെയും ഭഗവാനുണ്ട്, ഇവിടെയും ഭഗവാനുണ്ട്, ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. എത്ര വേണമെങ്കിലും ഭഗവാൻ വർദ്ധിക്കും. അത് ഒരാള് ഭഗവാൻ ഇപ്പൊ രാധാറാണിയുടെ അടുത്ത് നിൽക്കുമ്പോൾ ഒരു ഗോപിക വിചാരിക്കണം അയ്യോ എന്റെ കൂടെ ഭഗവാനില്ല, ഭഗവാൻ എവിടെയും വരും. ഇപ്പൊ രമണ പ്രഭു വിചാരിക്കണം അയ്യോ എന്റെ ഭഗവാൻ എന്റെ കൂടെ, ഭഗവാൻ എവിടെയും വരും. അപ്പൊ ഞാൻ ചിന്തിക്കണം അയ്യോ എന്റെ ഭഗവാൻ, അപ്പൊ ഇവിടെയും വരും. അങ്ങനെ എല്ലായിടത്തും ഭഗവാൻ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. എന്നിട്ടോ പ്രത്യേകമായി നിലനിൽക്കും. ഇതെല്ലാ രൂപങ്ങളിലും വർദ്ധിച്ചാലും ഭഗവാൻ ഒരിടത്ത് പ്രത്യേകമായി നിലനിൽക്കും. മനസ്സിലായില്ലേ? ഇതാണ് ഭഗവാനെ എന്തെന്ന് വിളിക്കുന്നത്? വിവിക്ത എന്ന് വിളിക്കുന്നത്. ശ്രുതി സാഗര, അതായത് ജലത്തിന് സമുദ്രം എന്നതുപോലെ ശ്രുതികൾക്ക് സാഗരമായിരിക്കുന്നവൻ. ജലം അവസാനം എവിടെ എത്തുന്നത്? സമുദ്രത്തില്, അല്ലെ? അപ്പൊ അതുപോലെ ശ്രുതികൾക്ക്, ശ്രുതി എന്ന് പറഞ്ഞാൽ നമുക്ക് വാക്ക് തന്നെ പറയാം, ശ്രുതികൾക്ക് സാഗരമായിരിക്കുന്നവൻ. വാക്കുകൾക്ക് ഭഗവാന്റെ നാമം പറയാനും ഭഗവാന്റെ പേര് പറയാനും ഭഗവാന്റെ ലീലകൾ പറയാനും നമുക്ക് വാക്കുകൾക്ക് എന്താണ്? സാഗരമാണ്. ഭഗവാൻ ചെയ്ത ലീലകൾ, ഭഗവാന്റെ നാമങ്ങൾ, ഭഗവാൻ എന്ന് പറഞ്ഞാൽ തന്നെ സാഗരമാണ്, മഹാസാഗരമാണ്. നമുക്കൊരിക്കലും അത് പറഞ്ഞു തീർക്കാൻ കഴിയില്ല. അങ്ങനെയുള്ള ഗുരുവായൂരപ്പന്റെ തൃപാദങ്ങളിൽ നമുക്ക് നമസ്കരിക്കാം. ഓക്കെ, ഹരേ കൃഷ്ണ. അപ്പൊ മനസ്സിലായില്ലേ? അത്രയും മനസ്സിലായില്ലേ? ഇത്രയാണ് നമ്മൾ എടുക്കുന്നത് 28ാമത്തെ ശ്ലോകം വരേക്ക് കേട്ടോ. ഒന്ന് ഓർത്ത് വെച്ചോളൂ. 28ാമത്തെ ശ്ലോകം, 28ാമത്തെ ശ്ലോകത്തിൽ നിർത്തുന്നു. നാളെ അന്നദാനം കഴിഞ്ഞ് ശ്രീരാമനവമിയാണ്. നാളത്തെ അന്നദാനം നേരത്തെ കഴിഞ്ഞാൽ എടുത്തു തരാം. ഇനി ഒരൊറ്റ ചോദ്യം ചോദിച്ചിട്ട് ഞാൻ പോവാം. നമ്മുടെ ഗുരുവായൂർ മഞ്ജരീസിലൂടെ ഞാൻ നിങ്ങൾക്ക് രാത്രിയിൽ ഒരു കഥ പറഞ്ഞു തരാറുണ്ട്. ഇപ്പൊ 2 ദിവസമായിട്ട്. ഇന്നലെ പിന്നെ കുറച്ച് ലേറ്റായി, ഡബിങ് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് 2 മണിക്കാണ് വന്ന് ബെഡിൽ കിടന്നത്. അപ്പൊ ആ 2 മണിക്ക് ഞാൻ നിർമാല്യ മഞ്ജരി ഇട്ട് വെച്ചു, കാരണം 3 മണിക്ക് എണീക്കാൻ പറ്റിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട്. എന്നിട്ട് 4:30 മണി എഴുന്നേറ്റു. പൂജ ചെയ്യാനുണ്ടല്ലോ, പിന്നെ കിടന്നാലും ഒരു ഉറക്കം കിട്ടില്ല, ഒരു ടെൻഷനാണ്. അയ്യോ ഭഗവാനെ കഴിയട്ടെ, എന്നിട്ട് വേണമെങ്കിൽ രാവിലെ ഒരു 6:30-7 മണിയാകുമ്പോൾ കുറച്ചു നേരം കിടക്കാം എന്ന് വിചാരിക്കും. അപ്പൊ അതുകൊണ്ടാണ് ഇന്നലെ 2 മണിക്ക് വന്നത് നിർമാല്യ മഞ്ജരി. ആ കഥ ഗണപതി ചരിതം 2ാമത്തെ ഭാഗം ഇട്ടെന്നിട്ടില്ലേ? ഇഷ്ടപ്പെടുന്നുണ്ടോ? അത് മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി. കാരണം നിങ്ങളുടെ റിവ്യൂ കിട്ടിയാലേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് കണ്ടിന്യൂ ചെയ്യണോ വേണ്ടേന്ന് അറിയാൻ പറ്റും. പുരാണ കഥാമഞ്ജരി എന്നും പറഞ്ഞിട്ട് വാട്സപ്പില്. ഓക്കെ രാജലക്ഷ്മി അമ്മ, ആരുടെങ്കിലും 1-2 പേരുടെ അഭിപ്രായം കിട്ടിയാൽ മതിട്ടോ. എല്ലാവരുടെയും ഒന്നും വേണമെന്നൊന്നുമില്ല. ടൈമായില്ലേ? 10:15 പറയൂ. അപ്പൊ അത് 10:15 ഞാൻ വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. 2 പേരായി ഇപ്പം. അച്ഛനെയും വിളിക്കണം, സ്റ്റുഡിയോയിലും വിളിക്കണം. അപ്പം വൈൻഡ് അപ്പ് ചെയ്യാണ്. എനിവേ, അത് ഇഷ്ടപ്പെടുന്നുണ്ടോ നിങ്ങൾക്ക്? അത് ഓക്കെ ആണോ നിങ്ങൾക്ക്? അങ്ങനെയാണെങ്കിലേ ഞാൻ ഇനി അത് കണ്ടിന്യൂ ചെയ്യും. നിങ്ങൾക്കത് കുഴപ്പമില്ല മാതാജി, അത് വേണമെന്നില്ല എന്നാണെങ്കിൽ ഓക്കെ, അത് വേണ്ട, വൈൻഡ് അപ്പ് ചെയ്യാം നമുക്ക്. അപ്പോൾ ഒന്ന് പറയുള്ളൂ കേട്ടോ. ആരെങ്കിലും ഒരാളോ 2 ഒന്ന് കമന്റ് ഇട്ടാൽ എനിക്കങ്ങ് പോവാമായിരുന്നു. യെസ്, ജയന്തി ശ്രീനിവാസൻ മാതാജി. ഓമനക്കുട്ട പറയൂ. ഇഷ്ടപ്പെടുന്നുണ്ടോ ആ കഥ? ഗണപതി സ്റ്റോറി. ഗണപതിയുടെ സ്റ്റോറി മാത്രമല്ല കേട്ടോ, ജസ്റ്റ് അത് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഞാൻ ഗണപതി സ്റ്റോറി ഇട്ടുന്നേ ഉള്ളൂ. ഇനി ധ്രുവചരിതമെല്ലാം ഇട്ടുതരാം. അങ്ങനെ ഡിഫറെന്റ് സ്റ്റോറീസ് ഇട്ടുതരാം. ഇഷ്ടമാണ്. ജയപ്രകാശ് പ്രഭു പറഞ്ഞ ഇഷ്ടമാണെന്ന്, ജ്യോതി മാതാജി പറയുന്നു ഇഷ്ടപ്പെട്ടു, ഇഷ്ടപ്പെട്ടു. ഓക്കെ, നൈസ്, മതി. ഞാനത് എന്താണെന്നറിയോ, ഞാനത് റെക്കോർഡ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഇട്ട് തരുന്നത്. തങ്കമണി മാതാജി പറയുന്നു, രാജലക്ഷ്മി അമ്മ പറയുന്നു തുടരണം, സൂപ്പർ, നൈസ്. അപ്പൊ ഞാനത് ഇട്ടുതരാം കേട്ടോ, ഇനിയും ഇട്ടുതരാം. നിർമാല്യ മഞ്ജരിയും ഓക്കെ അല്ലേ? അതും കൂടി ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം. അതും നമ്മളുടെ ഒരു പുതിയ സംരംഭമായിരുന്നു. വായിക്കാറല്ല, കേൾക്കാറ്. നിർമാല്യ മഞ്ജരിയും ഇഷ്ടപ്പെട്ടോ? രാവിലെ നമ്മൾ ഉറങ്ങിണീക്കുമ്പോൾ ഞാൻ എന്തിനാ അത് ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ദിവസം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഭഗവാൻ നമ്മളോട് പറയുന്ന എന്തെങ്കിലും ഒരു വേർഡ്സ്, അത് നമ്മൾക്കൊരു അപ്രതീക്ഷിതമായിട്ട് അല്ലേ, നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം കിട്ടുമ്പോൾ നമ്മൾ ഭയങ്കര വിഷമിച്ചിട്ടൊക്കെയാണ് രാത്രി കിടന്നുറങ്ങുന്നതെങ്കിൽ, അതൊരു രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾക്ക് എന്തെങ്കിലും ഒരു പ്രതീക്ഷ കിട്ടിയാൽ അത് ജീവിതത്തെ മാറ്റിമറിക്കുമെങ്കിൽ അത് വലിയ കാര്യമല്ലേ. ലൈക്ക് ഞാനിവിടെ കിച്ചൂട്ടിൻ്റെ അടുത്താണ് ഉറങ്ങുന്നത്, അപ്പോൾ എനിക്കത് സന്തോഷമാണ്. പക്ഷേ ഞാനിങ്ങനെ നിങ്ങളെ ഓരോരുത്തരെയും കുറിച്ച് ചിന്തിക്കും. നിങ്ങളൊക്കെ എപ്പോഴും രാത്രി കിടക്കുമ്പം നിങ്ങൾ ഓരോരുത്തരും ഇങ്ങനെ എനിക്ക് മെസ്സേജ് ഇടുമല്ലോ, മാതാജി ഇങ്ങനെയുള്ള സങ്കടങ്ങളാണ്, വിഷമങ്ങളാണ്, ആരോഗ്യ പ്രശ്നങ്ങളാണ്, സാമ്പത്തിക പ്രശ്നങ്ങളാണ്, വീടിന്റെ പ്രശ്നം, ഭർത്താവ്, ഭാര്യ, കുട്ടി, ജോലി, അങ്ങനെ പല പല പ്രശ്നങ്ങൾ, പല പല കുടുംബ പ്രശ്നങ്ങളുടെ കാര്യങ്ങൾ മെസ്സേജ് ഇടാറുണ്ടല്ലോ, നമ്മൾ സംസാരിക്കാറുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ എൻ്റെ മൈൻഡിലേക്ക് ഇങ്ങനെ കടന്നു വരും രാത്രി കിടക്കുമ്പോൾ. അപ്പം ഞാനിങ്ങനെ കുറേ നേരം ഇവിടെ കിച്ചൂടിൻ്റെ അടുത്ത് തൊട്ട് താഴെ ഇവിടെ ബെഡിട്ടിട്ടാണ് ഞാൻ കിടക്കാറ്. അപ്പം ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ ആലോചിക്കുമ്പം ഞാനിങ്ങനെ രാത്രി കിടക്കുമ്പോൾ ഇങ്ങനെ ചിന്തിക്കും,
പാവം അവരിപ്പോൾ ഉറങ്ങിയിട്ടുണ്ടാവോ അല്ലെ വിഷമിക്കുന്നുണ്ടോ. ഇന്നലെ ഞാൻ പ്രസന്നാമേനെ അങ്ങനെ പിടിച്ചു. രാത്രി പ്രസന്നാമ എന്തൊക്കെയോ വിഷമങ്ങളായിട്ട് ഇങ്ങനെ കിടന്നു. അന്നേരം പ്രസന്നാമ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ, എത്ര 2 മണിക്കോ മറ്റോ. അപ്പൊ ഞാനൊരു മെസ്സേജ് ഇട്ടപ്പോഴത്തേക്കാണ് പ്രസന്നാമ സീൻ ചെയ്ത്. പക്ഷെ എന്താ അമ്മ ഉറങ്ങാത്തേന്ന് ചോദിച്ചു. ഇല്ല മോളെ ഒന്നുമില്ല, അമ്മ കിടക്കാണെന്ന് പറഞ്ഞു. ശരി അമ്മ ദേവി മഹാത്മ്യം കേട്ടിട്ട് പോയി കിടന്നുറങ്ങുമെന്ന് പറഞ്ഞു. പിന്നെ അമ്മ ഉറങ്ങിപ്പോയി. അപ്പൊ ഞാൻ ആ മെസ്സേജ് ഒക്കെ ഇടുമ്പോഴേ 5:15 അപ്പോൾ ഞാനത് ആലോചിച്ചത്, ശരിയാ, നിങ്ങൾ എന്തെങ്കിലും വിഷമിച്ചിട്ടൊക്കെയാണ് കിടന്നുറങ്ങുന്നത് എങ്കിൽ എനിക്കതൊരു സങ്കടമാണ്. കാരണം പാവങ്ങൾ എന്തൊക്കെയോ പ്രശ്നങ്ങളായിട്ട്. അപ്പം അങ്ങനെ എഴുന്നേറ്റ് കിച്ചൂട്ടിനോട് പറയും, പാവം കിച്ചൂട്ടാ, അവരുടെ വിഷമങ്ങൾ മാറ്റിക്കൊടുക്കുക, അവരെന്തുമാത്രം പ്രയാസപ്പെടുന്നു, അവരൊരുപാട് സങ്കടപ്പെടുന്നു, ആരോടും പറയാനില്ലാണ്ടല്ലേ നമ്മളോട് പറയുന്നത്, അങ്ങയോട് പറയാനാണ് എൻ്റെ അടുത്ത് പറയുന്നത്, അങ്ങത് മാറ്റിക്കൊടുക്കുക അവരുടെ പ്രയാസങ്ങൾ. മക്കൾക്ക് ജോലി ആയാലും സാമ്പത്തിക പ്രശ്നങ്ങളാണെങ്കിലും എന്താണെങ്കിലും അവർക്ക് ആ പ്രശ്നങ്ങൾ മാറ്റിക്കൊടുക്കുക ഭഗവാനെ, സമാധാനവും ശാന്തിയും കൊടുക്കുക. എന്താണ് ഈ ലോകത്ത് നേടാനുള്ളത്? ഒന്നുമില്ല. ഭഗവാന്റെ ഭക്തരല്ലേ, അങ്ങയുടെ ഭക്തരല്ലേ, അങ്ങേക്ക് വേണ്ടിയിട്ട് ഹാരം വെണ്ണ കയ്യിലുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇങ്ങനെ ചേർത്ത് പിടിച്ച് അവരതൊക്കെ എടുത്ത് അങ്ങേക്ക് ചെയ്യുന്നില്ലേ? അത് അങ്ങയോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ. ഞാനിതൊന്നും അങ്ങേ പറഞ്ഞ് മനസ്സിലാക്കണ്ട, പക്ഷേ ഞാൻ പറയാണ്, ഭഗവാന്റെ ഒരു സേവ ചെയ്യുന്നു എന്നുള്ളൊരു മനസ്ഥിതിയിൽ ഞാൻ പറയാണ് അങ്ങയോട്, അവരുടെ ആ പ്രശ്നങ്ങൾ തീർത്തു കൊടുക്കുക ഭഗവാനെ. അവര് നമ്മൾക്ക് ഭഗവാനോട് അങ്ങയോട് പറഞ്ഞിട്ട് കിച്ചൂട്ടാ അവർക്കൊരു സമാധാനം കിട്ടുകയാണെങ്കിൽ അതല്ലേ വലുത്. അവർ നമ്മളോട് ചോദിക്കുന്നത് കോടികളോ ലക്ഷങ്ങളോ വീടുണ്ടാക്കിത്ത അതൊന്നല്ലല്ലോ. അവർ ചോദിക്കുന്നത് എന്താ, ആ പ്രശ്നം ഒന്ന് തീർന്നു കിട്ടണം, മനസമാധാനം വേണം, സ്വസ്ഥമായി ഉറങ്ങണം, ജീവിതം നന്നായിരിക്കണം, മരിക്കുന്നത് വരെ സ്വസ്ഥമായിരിക്കണം എന്നല്ലേ കിച്ചൂട്ട ആഗ്രഹിക്കുന്നത്. അപ്പം അത് ചെയ്തു കൊടുക്കുക ഭഗവാനെ. ഇങ്ങനെ തുടർച്ചയായി പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, ശരി ഇവർക്ക് എന്തെങ്കിലും ഒരു കോട്സ് കൊടുത്താൽ രാവിലെ ഇവർ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ ഭഗവാൻ പറയുന്ന പോലെ ഒരു നല്ലൊരു വേട് കേട്ടാൽ ആ ദിവസം ഒരു എനർജി ആയില്ലേ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നിർമ്മാല്യ മഞ്ജരി ഇടുന്നത്. കറക്റ്റ് 3 മണിക്ക് ഞാൻ എഴുന്നേൽക്കുമ്പോഴത്തേക്കും ഒരു 2:45 2:50 ആകുമ്പോഴേക്കും ഞാൻ എഴുന്നേൽക്കും. എഴുന്നേറ്റാൽ ആദ്യം ഞാൻ ഇടുന്നത് ഗ്രൂപ്പിൽ 3 മണിക്ക് നിർമ്മാല്യ മഞ്ജരിയാണ്. നിർമ്മാല്യ മഞ്ജരി ഇട്ട് ഭഗവാനെ തൊഴുത് പ്രാർത്ഥിച്ച് നേരെ ഫ്രഷപ്പ് ആവാൻ പോയി. പിന്നെ എൻ്റെ ദിവസം തുടങ്ങി. ആ സമയത്ത് പ്രാർത്ഥിക്കാനും ജപിക്കാനും വായിക്കാനും ഒക്കെ ഒരു പ്രത്യേക സുഖമാണ്. പിന്നെ ബ്രഹ്മമുഹൂർത്തം കൂടിയാണല്ലോ. അത് കഴിഞ്ഞ് ടെറസിൽ പോയിരുന്ന് ഭഗവാൻ ഉദിച്ചു വരുന്നത് കണ്ട് ഭഗവാന്റെ ഗായത്രിയൊക്കെ ജപിച്ച് ഒരു സുഖം. അങ്ങനെ ചിലപ്പോൾ നല്ല ഉറക്കമൊക്കെ വരുന്നുണ്ട്, ക്ഷീണമാണെങ്കിൽ രാവിലെ ഒരു 7:30 മണിയാകുമ്പോൾ കുറച്ചുകൂടി കിടന്നുറങ്ങും. അങ്ങനെ പ്രോബ്ലം ഒന്നുമില്ലെങ്കിൽ കമ്പൽസറി ആയിട്ട് ജിമ്മിൽ പോകും. ഡെയിലി ജിമ്മിൽ ഒരു 1 hour പോയിട്ട് വരും. അങ്ങനെയൊക്കെ പോകുന്ന ദിവസങ്ങൾ. എനിവേ ശുഭരാത്രി. എല്ലാവരും സ്വസ്ഥമായി കിടന്നുറങ്ങും കേട്ടോ. हरे कृष्णा, सर्वम कृष्णा अर्पणमस्तु। प्रभुपाद की जय, गुरु महाराज की जय, राधा पवन परेशन की जय। ओम श्री मात्रे नमः. ഹരേ കൃഷ്ണ. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ. അതായത് ഉറക്കം കുറച്ച് കുറവാണ്, എന്നാലും കുഴപ്പമില്ല അമ്മ. ഇപ്പം ഞാൻ ക്ലാസ് കഴിഞ്ഞ് 2 പേരെ ഒന്ന് ഫോൺ വിളിച്ചിട്ട് മെസ്സേജ് നോക്കാനിരിക്കും. ആരൊക്കെയാണ് അന്നദാനം തന്നിരിക്കുന്നത്, വിട്ടു പോകരുതല്ലോ. മാക്സിമം കഴിയുന്നത്ര മെസ്സേജ് നോക്കിയിട്ട് ഒരു 12:30 12:45 ആകുമ്പോഴത്തേക്കും കിടക്കും. പിന്നെ ഒരു 2:45 എനിക്ക് മതി, ധാരാളം. 2:45 എഴുന്നേറ്റാൽ 3 മണിക്ക് നിങ്ങൾക്ക് നിർമ്മാല്യ മഞ്ജരി വരും. ഓക്കെ, നമസ്തേ.